നമസ്തേ, ജനം ഡിബേറ്റിലേക്ക് സ്വാഗതം. തൊഴിലിന് വേണ്ടി സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരമിരിക്കുന്ന വനിതാ CPO ഉദ്യോഗാർത്ഥികൾ മുട്ടിലിഴഞ്ഞു, ശയനപ്രദക്ഷിണം നടത്തി, കൈകാലുകൾ തമ്മിൽ പരസ്പരം ബന്ധിപ്പിച്ച് പ്രതിഷേധിച്ചവർ വിഷുദിനത്തിൽ കേരളം മുഴുവൻ ആഘോഷലഹരിയിൽ അമരുമ്പോൾ ചോര ചിന്തി അവരുടെ വേദന പ്ലക്കാർഡിൽ രേഖപ്പെടുത്തി സർക്കാരിനെ അറിയിച്ചു. 5 ദിവസം മാത്രമേ ശേഷിക്കുന്നുള്ളൂ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി അവസാനിക്കാൻ. സർക്കാർ സമരക്കാർക്ക് മുഖം കൊടുത്തിട്ടില്ല. ഒരു യൂണിഫോം സ്വപ്നം കണ്ട പലരുടെയും അവസാന അവസരമാണിത്. 2022 ഡിസംബറിൽ വന്ന നോട്ടിഫിക്കേഷൻ 2023 ജൂലൈയിൽ എക്സാം നടത്തി, 2024 ജനുവരിയിൽ ഫിസിക്കൽ ടെസ്റ്റ് നടത്തി, 2024 ഏപ്രിൽ 20 967 പേരുള്ള റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നു. 333 ഒഴിവുകൾ മാത്രമാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തത്. ഇനി പട്ടികയിൽ നിന്നും 634 പേർക്ക് നിയമനം ലഭിക്കണം. 350 ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്താൽ ലിസ്റ്റിലെ 3/4 ആളുകൾക്ക് ജോലി കിട്ടും. ജനം ഡിബേറ്റ് പരിശോധിക്കുന്നു, കരുണ കാണിക്കുമോ സർക്കാർ? CPO ഉദ്യോഗാർത്ഥികളുടെ പ്രതിനിധിയായി അനവദ്യ PS ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. BJP വക്താവ് അഡ്വക്കേറ്റ് ജയസൂര്യൻ, LDF പ്രതിനിധി അഡ്വക്കേറ്റ് മുജീബ് റഹ്മാൻ എന്നിവരും ചേരുന്നു അതിഥികളായി. എല്ലാ അതിഥികളെയും ഈ സംവാദത്തിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം പ്രേക്ഷകരെയും. അനവദ്യ, വിഷു വീട്ടിലിരുന്ന് ആഘോഷിക്കേണ്ട അനവദ്യ ആണ് ഇന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ചോര ചിന്തി പ്രതിഷേധിച്ചത്, അല്ലേ? അവസാന പ്രതീക്ഷ ഞാൻ ആ മുഖത്ത് ചൂണ്ടിക്കാണിച്ചതുപോലെ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി അവസാനിക്കാൻ ഇനി 5 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. കനിയുമോ ഈ സർക്കാർ? 5 ദിവസം നമ്മൾ കലണ്ടർ വൈസാണ്. വെറും 3 വർക്കിംഗ് ഡേയ്സ് മാത്രമേ ഞങ്ങളുടെ മുന്നിലുള്ളൂ. അതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ഇന്ന് ഏപ്രിൽ 14 വിഷുവാണ്, അംബേദ്കർ ജയന്തിയൊക്കെയാണ്. ഞങ്ങളെപ്പോലെയുള്ള പെൺകുട്ടികൾ ഇന്ന് തെരുവിൽ ഒരു നേരത്തെ കഞ്ഞി മാത്രം കഴിച്ച് അതിൽ നിന്നുള്ള ചോരയൂറ്റി ഞങ്ങളുടെ ഹൃദയവേദന സർക്കാരിന് മുന്നിൽ സമർപ്പിക്കാൻ വേണ്ടി ഉള്ള ചോര വലിച്ചെടുക്കേണ്ട അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. എല്ലാവരും വിഷുക്കണി കാണും. ഞങ്ങളും വെച്ച ഒരു കൊച്ചു വിഷുക്കണി. ആ വിഷുക്കണി എങ്ങനെ ഉണ്ടായതെന്ന് ആരും ഇതുവരെ ചോദിച്ചിട്ടില്ല. അത് ഞങ്ങളൊരു ഒരു ഭിക്ഷയ്ക്ക് വേണ്ടി ഒരു ബക്കറ്റ് അവിടെ കെട്ടി തൂക്കിയിട്ടുണ്ട്. അതിൽ സന്മനസ്സുള്ള കുറച്ച് ആൾക്കാർ കുറച്ച് പൈസ ഇട്ടു. അതുകൊണ്ട് ഞങ്ങൾ കൊച്ചു വിഷുക്കണി ഒരുക്കി. വിഷു സദ്യ ഞങ്ങൾക്കില്ല, കഞ്ഞിയായിരുന്നു. രാത്രി കഞ്ഞി ബാക്കിയുണ്ടെങ്കിൽ രാത്രി കഴിക്കും. പിന്നെ വിഷു കോടി, അതും മുഷിഞ്ഞ വസ്ത്രങ്ങൾ മാത്രമായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് ഇനി ഒരു വിഷു കൈനീട്ടം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട സർക്കാർ അല്പം വൈകിയാണെങ്കിലും വേക്കൻസികളായി ഒരു മധുരമേറിയ സമ്മാനമായി ഞങ്ങൾക്ക് അവകാശപ്പെട്ട ഞങ്ങളുടെ വേക്കൻസികൾ മറ്റന്നാളിൽ ഉണ്ടാകുന്ന ആ ക്യാബിനറ്റ് വഴി ഞങ്ങൾക്ക് തരുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും ജനകീയ സർക്കാരാണ്, ഞങ്ങളെ കൈവിടില്ല. അവരിൽ നിന്ന് നല്ലൊരു നീതി, നല്ലൊരു സമ്മാനം, നല്ലൊരു പോസിറ്റീവായ ഒരു റിപ്ലൈ ഞങ്ങൾ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നു. അനവദ്യ ഹാർഡ് വർക്ക് ചെയ്താണല്ലോ അനവദ്യ ഉൾപ്പെടെയുള്ളവർ, അല്ലേ, ഈ നിലയിൽ എത്തിയത്, അല്ലെ? ഒരു ജോലി, ഒരു സർക്കാർ ജോലി മാത്രമല്ല, യൂണിഫോം ധരിക്കുക, ആ ഒരു സ്വപ്നം ഉണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ ഇതിൽ ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ട്. വെറും റിട്ടൺ ടെസ്റ്റ് മാത്രമല്ലല്ലോ, ഫിസിക്കൽ ടെസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ടാണ് റാങ്ക് ലിസ്റ്റ് ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത്. അതിൻ്റെ കാലാവധിയാണ് അവസാനിക്കാൻ പോകുന്നത്. മാത്രമല്ല, ഈ ഏജ് ഓവർ ആകുന്ന ഒരുപാട് വനിതകളുമില്ലേ? തീർച്ചയായും ഞാൻ ഉൾപ്പെടെ ഏജ് ഓവർ ആകുന്ന വനിതകളാണ്. ഇത് മറ്റൊരു ലിസ്റ്റ് പോലെയല്ല, സ്റ്റേറ്റ് വൈഡ് ലിസ്റ്റാണ്. പിന്നെ ഇതിന് മുൻപേയും WCPO എക്സാംസ് ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ കട്ട് ഓഫ് 45.67 ഒക്കെ ആയിരുന്നു. പക്ഷേ ഞങ്ങളുടെ എക്സാമിൻ്റെ കട്ട് ഓഫ് 15 മാർക്ക് കൂടി 60.67. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് WCPOക്ക് ഇങ്ങനെ ഒരു കട്ട് ഓഫ് വന്നത്. അപ്പോൾ നമ്മൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരു എക്സാം ഇത് മുൻ വർഷങ്ങളിലേക്കാൾ 15 മാർക്കൊക്കെ കൂടി വരിക, സ്വാഭാവികമായും ഈ എക്സാം എഴുതുന്ന ഉദ്യോഗാർത്ഥികൾ എന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് വരുന്നൊരു കോമൺ സെൻസ് എന്ന് പറഞ്ഞ ഒരു ഐറ്റം ഉണ്ട്. അതായത് കട്ട് ഓഫ് കൂടുതലാണ്, ലിസ്റ്റ് ഷോർട്ട് ലിസ്റ്റാണ്, അതിലുള്ള ഉൾപ്പെട്ടവരുടെ റാങ്ക് ലിസ്റ്റ് ഉൾപ്പെട്ടവരുടെ എണ്ണം ചെറുതാണ്. പിന്നെ ഇതിൻ്റെ കഷ്ടപ്പാടൊക്കെ പറയുകയാണെങ്കിൽ ഞാൻ
ഒരു പെൺകുട്ടിയാണ്, എൻ്റെ വീട്ടിൽ 2 പെൺകുട്ടികളാണ്. അപ്പോൾ തീർച്ചയായും പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, നിന്റെ സ്ഥാനത്ത് ഒരു ആൺകുട്ടിയാണെങ്കിൽ അച്ഛൻ സഹായിച്ചേനെ, വല്ല ബക്കറ്റും സഞ്ചിയൊക്കെ എടുത്ത് വല്ല പഠിക്കുമ്പോൾ അച്ഛൻ സഹായിച്ചേനെ, നിന്നെയൊക്കെ ഇത്ര പഠിപ്പിച്ചതുകൊണ്ട് എന്ത് ആയി എന്നൊക്കെ. പിന്നെ ഞാൻ ഫിസിക്കലിയൊക്കെ നമ്മളെ നന്നായിട്ട് കളിയാക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ ഉടലെടുത്ത ഒരു വാശിയുണ്ട്, ഈ പറഞ്ഞവർക്കൊക്കെ ഒരു മറുപടി കൊടുക്കണം. എന്താണ്, ഞാൻ ഒരു പോലീസ് മുൻപേ എൻ്റെ മനസ്സിൽ അങ്ങനത്തെ ഒരു ആശയമൊന്നും ഇല്ലായിരുന്നു. പക്ഷേ പലരോടുമുള്ള വാശി, എൻ്റെ ആത്മാഭിമാനം, എനിക്ക് എൻ്റെ അച്ഛനെ അമ്മയെ സംരക്ഷിക്കുക, ആ ഒരു എന്തൊക്കെയോ വികാരങ്ങൾ കൂടി ഞാൻ ഈ എക്സാം എഴുതി വളരെ കഠിനമായ പരിശ്രമത്തിലൂടെ തന്നെ ഫിസിക്കൽ ടെസ്റ്റ് പാസ്സായി. അപ്പോൾ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഒക്കെ ഞങ്ങൾക്ക് വേണം. അപ്പോൾ റിട്ടേൺ എക്സാം മാത്രമല്ല, ഞങ്ങൾ ഫിസിക്കലി ഞങ്ങൾ ഫിറ്റായതിനു ശേഷമാണ് ഈ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത്. അപ്പോൾ 967 മാത്രമുള്ള ഇത്ര 2-3 ലക്ഷം കുട്ടികളൊക്കെ എഴുതിയ എക്സാമിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട 967 ഉദ്യോഗാർത്ഥികളാണ് ഞങ്ങൾ. തീർച്ചയായും ഞങ്ങൾ ഈ ജോലിക്ക് അർഹരാണ്. ഞാൻ ഇപ്പോഴും അത് ഉറപ്പിച്ച് പറയുന്നു, ആ സമരപ്പന്തലിൽ കിടക്കുന്ന ഓരോരുത്തരുടെയും ജീവിതമാണിത്. ഈ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധിയിൽ ഒരു ലിസ്റ്റിൻ്റെ കാലാവധിയല്ല സാർ, അത് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ തന്നെ, അത് പലരും നെഗറ്റീവായിട്ടൊക്കെ കണക്കാക്കാം. ഞങ്ങളുടെ പ്രതീക്ഷയുടെ ഒരു കാലാവധിയാണത്, ഞങ്ങളുടെ നിറപ്പകിട്ടാർന്ന സ്വപ്നങ്ങളുടെ കാലാവധിയാണ്. ഓരോ വ്യക്തിയുടേതല്ല, ഒരു കുടുംബത്തിൻ്റെ, ഒരു സമൂഹത്തിന്. ഞാൻ ഉൾപ്പെടെ വരുന്ന, ഞാനൊക്കെ ഗ്രാമപ്രദേശങ്ങളിൽ വരുന്ന കുട്ടിയാണ്. അപ്പം അവരുടെ നാട്ടിൽ ഒരു പെൺകുട്ടി പോലീസ് ആവുമെന്ന് പറയുമ്പോൾ അഭിമാനമാണ് അവർക്ക്. അതൊക്കെയാണ് ഇടിഞ്ഞില്ലാണ്ടാവുന്നത്. പിന്നെ ഞാനൊക്കെ ട്യൂഷൻ എടുത്തൊക്കെ പഠിച്ച് കഷ്ടപ്പെട്ട് രാവിലെ ട്യൂഷൻ എടുത്ത് വൈകുന്നേരം ക്ലാസ്സിന് പോയി വീണ്ടും ഗ്രൗണ്ടിൽ പോയി 7 മണി മുതൽ 11 മണി വരെയൊക്കെ ട്യൂഷൻ എടുത്ത്. അപ്പോൾ ഞാൻ എൻ്റെ കുട്ടികളോട് പറയുന്ന കാര്യമുണ്ട്, മക്കളെ പഠിക്കണം. അവർ ചേച്ചി പഠിക്കാൻ സമയമില്ലെന്നൊക്കെ പറയും. അപ്പോൾ ഞാൻ പറയും, കണ്ടില്ലേ ഞാൻ പഠിക്കുന്നുണ്ട്, ഫിസിക്കലിൽ പോകുന്നുണ്ട്, ടെസ്റ്റ് പോകുന്നുണ്ട്, അതുപോലെ നിങ്ങൾ പഠിക്കണം, നമുക്ക് ജോലി കിട്ടും, നമ്മളെ സമൂഹം ആദരിക്കും, ഇതുവരെ കളിയാക്കരുത്, നമ്മളെ ബഹുമാനിക്കും, നമുക്കൊരു വില വരും. സാർ, ഞാൻ ഈ ഒഴിഞ്ഞ കയ്യുമായി എൻ്റെ നാട്ടിലേക്ക് 19-ാം തീയതി ട്രെയിൻ കയറുമ്പോൾ എന്താണ് സാർ അവരൊക്കെ മനസ്സിലാക്കുക? ഞാൻ എന്ത് മനസ്സ് വെച്ച് ഞാൻ എൻ്റെ നാട്ടിലേക്ക് ചെല്ലും? എനിക്കതിനൊന്നും ഉത്തരവില്ല. എനിക്ക് ഇപ്പോഴും ആഗ്രഹമുണ്ട്, നല്ലൊരു റിസൾട്ടുമായി എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ മുന്നിലേക്ക് എത്തണം, നാട്ടുകാരുടെ മുന്നിലേക്ക് എത്തണം. ആ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് സാർ ഈ വെയിലും മഴയും മഞ്ഞും ആളുകളുടെ പരിഹാസവും ഒക്കെ കേട്ട് ആ തെരുവിൽ കിടക്കുന്നത്. നിങ്ങൾക്ക് ആർക്കും ചിന്തിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ശരിക്കും ഞങ്ങളുടേത്. വളരെ പരിതാപകരമായ അവസ്ഥയാണ്. അഡ്വക്കേറ്റ് ജയസൂര്യൻ, സാമ്പത്തിക പ്രതിസന്ധി പറഞ്ഞാണ് സർക്കാർ കൈയൊഴിയുന്നത്. വനിതാ CPO ഉദ്യോഗാർത്ഥികളെ കൈയൊഴിയുന്നത് ഈ സാമ്പത്തിക പ്രതിസന്ധി ചൂണ്ടിക്കാട്ടിയാണ്. നമുക്കറിയാം, KV തോമസിന് ലക്ഷങ്ങളാണ് വാരിക്കോരി കൊടുക്കുന്നത്. PSC ചെയർമാനും അതുപോലെ അംഗങ്ങൾക്കും ലക്ഷങ്ങളാണ്, മൊത്തത്തിൽ കോടികളാണ് അവർക്ക് വേണ്ടി ചെലവഴിക്കുന്നത്. മന്ത്രിമന്ദിരങ്ങൾ മോഡി പിടിപ്പിക്കാൻ കോടികളാണ് ചെലവഴിക്കുന്നത്. മാത്രമല്ല, നവകേരള സദസ്സുകൾ സംഘടിപ്പിക്കാൻ കോടികളാണ് ചെലവഴിക്കുന്നത്. വീണ്ടും മുഖ്യമന്ത്രി പിണറായി വിജയൻ യാത്ര തുടങ്ങാൻ പോവുകയാണ്. സാമ്പത്തിക പ്രതിസന്ധി പറഞ്ഞ് എത്ര കാലത്തോളം ഇവരെ മാറ്റി നിർത്താൻ പറ്റും? മാത്രമല്ല, 5 ദിവസം മാത്രമേ ശേഷിക്കുന്നുള്ളൂ കലണ്ടർ പ്രകാരം. അത് മനവധി ഇവിടെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായല്ലോ. കലണ്ടർ പ്രകാരം 5 ദിവസം മാത്രമാണ് ശേഷിക്കുന്നത്. ഇത് റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി അവസാനിക്കുന്ന ഒരു പ്രശ്നമല്ല, ഇവരുടെ സ്വപ്നങ്ങൾ ഒടുങ്ങാൻ പോവുകയാണ്. ഏപ്രിൽ 19 അവസാന തീയതി. എങ്ങനെ കാണുന്നു ഈ വിഷയത്തെ അഡ്വക്കേറ്റ് ജയസൂര്യൻ? നമ്പ്യാർ പറഞ്ഞതുപോലെ സാമ്പത്തിക പ്രതിസന്ധി എന്നുള്ളത് സംസ്ഥാന സർക്കാരിനില്ല. ഉണ്ടായിരുന്നെങ്കിൽ ഈ പറഞ്ഞ പോലെ KV തോമസിന് 11 ലക്ഷവും നമ്മുടെ PSC മെമ്പർമാർക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഒപ്പം ശമ്പളവും ഒന്നും കൊടുക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിയുമായിരുന്നില്ല. സംസ്ഥാന സർക്കാരിന്റെ ഓരോ ഡിപ്പാർട്ട്മെന്റുകളിലും ശമ്പളം വാങ്ങുന്നവരുടെയും പെൻഷൻ വാങ്ങുന്നവരുടെയും ഒക്കെ തുകകൾ അവരെ തന്നെ ഞെട്ടിക്കുന്നതാണ്. കഴിഞ്ഞ ദിവസം പെൻഷൻ വാങ്ങുന്ന ഒരാൾ എന്നോട് പറഞ്ഞു, എനിക്കിപ്പോൾ കിട്ടുന്ന പെൻഷൻ 80,000 രൂപയാണ്, പെൻഷൻ ഇപ്പോൾ വർദ്ധിപ്പിച്ചിരിക്കുന്നു 90,000 രൂപയായി, ഞാൻ ഈ പണമൊക്കെ എന്ത് ചെയ്യും എന്ന് ചിന്തിക്കുകയാണ്. ഇത്രമാത്രം വർദ്ധിപ്പിച്ചു തരേണ്ട ആവശ്യമില്ല എന്ന് ആ പെൻഷനർ എന്നോട് പറഞ്ഞു. അപ്പോൾ എല്ലാ പെൻഷനറും അങ്ങനെയാണെന്നല്ല, എങ്കിൽ പോലും സർവീസിലുള്ളവർക്ക് നല്ല ശമ്പളം കൊടുക്കാൻ, നല്ല പെൻഷൻ കൊടുക്കാനുമുള്ള നല്ല സാമ്പത്തിക സ്ഥിതി സംസ്ഥാനത്തിനുണ്ട്. എന്നാൽ എന്തുകൊണ്ടാണ് ഈ CPOയിൽ ഇങ്ങനെ സംഭവിക്കുന്നത്? ഇവിടെ എല്ലാവരും കേരളത്തിൽ പറയുന്ന ഒരു വാക്കാണ് റാങ്ക് ലിസ്റ്റ് എന്ന്. ഈ റാങ്ക് ലിസ്റ്റ് മലയാളി മനസ്സുകൊണ്ട് അംഗീകരിച്ചു പോയ ഒരു അനാചാരമാണ് എന്ന് ഞാൻ പറയും. ഞാനിത് പറയാൻ കാരണം, ഈ പോലീസ് റിക്രൂട്ട്മെന്റ് കേരളത്തിൽ നടക്കുമ്പോൾ ഇവിടെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി തീർന്ന് അനവധിയെ പോലെ അനവധി പേര് ഇപ്പോൾ ജീവിതം തുലാസിലായി നിൽക്കുന്ന സമയത്ത് ഇന്ത്യ മഹാരാജ്യത്ത് മറ്റൊരു പോലീസ് റിക്രൂട്ട്മെന്റ് നടക്കുന്നുണ്ട്.
അതായത് സെൻട്രൽ പോലീസ് ഓർഗനൈസേഷൻ, അതിന്റെ പേരും CPO എന്നാണ്. ആ സെൻട്രൽ പോലീസ് ഓർഗനൈസേഷനിൽ 55,000 കോൺസ്റ്റബിൾമാരെയും 35,000 SI-മാരെയും എടുക്കുന്നുണ്ട്. അതിന്റെ റിക്രൂട്ട്മെന്റിനും സംവിധാനങ്ങളെ കുറിച്ച് എനിക്ക് വളരെ ക്ലോസ് ആയിട്ട് അറിയാം. കാരണം ഞാൻ ആ മേഖലയിൽ പരിശീലനം കൊടുക്കുന്ന ഒരു പരിശീലകൻ കൂടിയാണ്. അവിടെ റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്ന സംഗതി പോലും ഇല്ല. എന്താ കാരണം എന്നറിയാമോ? ഒരു കുട്ടി ജയിച്ചാൽ, അത് SI പോസ്റ്റിലേക്കാണെങ്കിലും കോൺസ്റ്റബിൾ പോസ്റ്റിലേക്കാണെങ്കിലും, ഒരു കുട്ടി ജയിച്ചാൽ 6 മാസത്തിനകം ശമ്പളമാണ് കയ്യിൽ കിട്ടുന്നത്. പരമാവധി 6 മാസം, ചിലപ്പോൾ 4 മാസം, അത്രേ ഉള്ളൂ. അപ്പോൾ റാങ്ക് ലിസ്റ്റ് വെച്ച് നീട്ടിക്കൊണ്ടു പോവേണ്ട കാര്യമേ ഇല്ല. വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. കേരളത്തിലെ പോലീസ് സേനയിൽ ആളില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് ഒഴിവ് ഉടനെ നികത്തേണ്ടത് ആവശ്യവുമുണ്ട്. എന്നാൽ എന്തുകൊണ്ട് ഈ റാങ്ക് ലിസ്റ്റ്? അതുകൊണ്ട് ഈ റാങ്ക് ലിസ്റ്റിനെ സംബന്ധിച്ച് നമ്മൾ പഠിക്കുമ്പോൾ കേരളത്തിലെ റാങ്ക് ലിസ്റ്റുകൾ വോട്ട് ബാങ്കുകളായി ഉപയോഗിക്കുകയാണ്. അതായത് റാങ്ക് ലിസ്റ്റിൽ പേര് വന്നാൽ ഒരു 5 കൊല്ലം 6 കൊല്ലം അവരവിടെ കിടന്നോട്ടെ. ആ സമയം അത്രയും ഭരണകക്ഷിയുടെ പുറകെ അടിമകളെ പോലെ നടന്നുകൊള്ളും. അതിലുള്ള മുഴുവൻ ആൾക്കാരും അവരുടെ കുടുംബാംഗങ്ങളും പിന്നെ ഭരണകക്ഷിയുടെ അടിമകളായി മാറുകയാണ്. ഇത് ഭരണകക്ഷിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് റാങ്ക് ലിസ്റ്റ് അനന്തമായി നീട്ടിക്കൊണ്ടു പോവുക. അങ്ങനെ അനന്തമായി നീട്ടിക്കൊണ്ടു പോകും തോറും ഇവർക്ക് രാഷ്ട്രീയ അടിമകളെ കിട്ടുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ അധികാരത്തിൽ വരാൻ എളുപ്പമാണ്, പാർട്ടി വളർത്താൻ എളുപ്പമാണ്, പാർട്ടി പരിപാടികളിൽ ആളെ കൂട്ടാൻ എളുപ്പമാണ്. അങ്ങനെ ഒരുതരം രാഷ്ട്രീയ അടിമത്തത്തിലേക്ക് ഈ റാങ്ക് ലിസ്റ്റുകൾ വഴിതെളിക്കുന്ന കാഴ്ചയാണ് കേരളത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ജോലി കിട്ടിയാൽ ഉടൻ തന്നെ യൂണിയനിൽ ചേർക്കുന്നു. പിന്നെ യൂണിയന്റേതായിട്ടുള്ള രീതിയിലുള്ള അടിമത്തം ആരംഭിക്കുകയാണ്. അതായത് റാങ്ക് ലിസ്റ്റുകളും സർക്കാർ ജോലികളും പരിപൂർണമായി രാഷ്ട്രീയവൽക്കരിക്കുകയും ഭരണകക്ഷിയുടെ ചട്ടുകങ്ങളായി അവരെ ഉപയോഗിക്കുകയും ചെയ്യുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്ന, ക്യാൻസലായി പോകുന്ന റാങ്ക് ലിസ്റ്റുകൾ, ആ ക്യാൻസലേഷൻ വരുന്ന സമയത്തും പിന്നെയും പ്രതീക്ഷ കൊടുത്തിരിക്കുകയാണ്. അടുത്ത തവണ വീണ്ടും നിങ്ങൾക്ക് ചാൻസ് ഉണ്ട്. അങ്ങനെ ഈ ചാൻസുകളെ കാണിച്ചുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ പുല്ലുകെട്ട് കാണിച്ച് കഴുതിയെ കൊണ്ടുപോകുന്നു എന്ന് പറയുന്നത് പോലെയുള്ള ഒരു ക്രൂര വിനോദമാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ദയനീയമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഇപ്പോൾ അനവധ്യ ഇവിടെ പറഞ്ഞ ആ വാക്കുകളിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. വർഷങ്ങളോളം പഠിച്ച് വളരെയേറെ ശാരീരികമായിട്ടുള്ള പരിശീലനങ്ങൾ കഴിഞ്ഞ് ഏറ്റവും അവസാനം റാങ്ക് ലിസ്റ്റിലും വന്ന് ഇതാ ജോലി കയ്യിൽ കിട്ടി എന്നുള്ള നിലയിൽ ജീവിതം കരുപ്പിടിപ്പിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നവർ, അതിനുവേണ്ടി വിവാഹം മാറ്റിവെച്ചവർ, വീട് നിർമ്മാണം മാറ്റിവെച്ചവർ, പ്രതീക്ഷിക്കുന്നവർ, അങ്ങനെ എത്ര ആയിരക്കണക്കിന് ആൾക്കാരുടെ പ്രതീക്ഷകളാണ് കരിഞ്ഞു വീഴുന്നത്. ഇനി 3 ദിവസം മാത്രം ബാക്കിയുള്ളപ്പോൾ ഈ റാങ്ക് ലിസ്റ്റിൽ നിന്ന് നിയമനം കൊടുത്തുകൊണ്ട് അവർക്കൊരു നല്ല വിഷുക്കൈനീട്ടം കിട്ടണം എന്ന് ഞാനും ആഗ്രഹിക്കുകയാണ്. എന്നാൽ കഴിഞ്ഞ പല റാങ്ക് ലിസ്റ്റുകളിലേക്കും തിരിഞ്ഞു നോക്കുമ്പോൾ ഭയമാവുകയാണ്. എത്ര റാങ്ക് ലിസ്റ്റുകൾ ഉണ്ടാക്കിയാലും ആ റാങ്ക് ലിസ്റ്റുകൾ റദ്ദ് ചെയ്യുന്നതിൽ യാതൊരു മനസാക്ഷിക്കുത്തുമില്ലാത്ത ഭരണകൂടമാണ് ഇന്ന് കേരളം ഭരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, എന്തിനാണ് ഇത്ര വലിയ റാങ്ക് ലിസ്റ്റുകൾ ഉണ്ടാക്കുന്നത്? എത്ര പേരെ നിയമിക്കാൻ കഴിയുമെന്നുള്ളതിനെ സംബന്ധിച്ച് ഗവൺമെന്റിന്റെ കയ്യിൽ വ്യക്തമായ കണക്കുകൾ ഉണ്ടല്ലോ. കൃത്യമായ കണക്കിന്റെ അടിസ്ഥാനത്തിൽ അത്രയും ചെറിയ റാങ്ക് ലിസ്റ്റ് പ്രഖ്യാപിച്ച് അത്രയും പേരെ എടുത്താൽ പോരെ. ഇത് വലിയ റാങ്ക് ലിസ്റ്റ് പ്രഖ്യാപിക്കുമ്പോൾ വലിയ പ്രതീക്ഷയാണ് ഉണരുന്നത്. 10,000-കണക്കിന് ആൾക്കാരിലേക്ക് ആ പ്രതീക്ഷകൾ പടരുകയാണ്. ആ 10,000-കണക്കിന് വീട്ടുകാര് ഞങ്ങൾക്ക് ഇപ്പോൾ ജോലി കിട്ടും, നാളെ ജോലി കിട്ടും എന്ന് പ്രതീക്ഷിച്ച് കാത്തിരിക്കുകയാണ്. ഈ ജോലിയിൽ റാങ്ക് ലിസ്റ്റിൽ വന്നതുകൊണ്ട് മറ്റൊരു ജോലിക്ക് വേണ്ടി പഠിക്കേണ്ടതുണ്ടോ എന്നുള്ള ഒരു സംശയം, നിലവിലുള്ള ആത്മവിശ്വാസം അവരെ അതിൽ നിന്ന് തടയുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവരുടെ ജീവിതം ആത്മഹത്യാ മുനമ്പിലേക്ക് പോകുന്ന അപകടകരമായ ഒരു സാഹചര്യമാണ് ഇന്ന് കേരളത്തിൽ ഭരണകക്ഷി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അനിശ്ചിതത്വം കൊണ്ട് രാഷ്ട്രീയമായ ലാഭം കൊയ്യാം എന്നല്ലാതെ മറ്റെന്താണ് ശ്രദ്ധിക്കുക? അതായത് ഈ റാങ്ക് ലിസ്റ്റിനെ ഒരു വോട്ട് ബാങ്ക് ആക്കി മാറ്റുന്ന ക്രൂരമായ ഭരണകക്ഷി രാഷ്ട്രീയം ഇവിടെ തിരിച്ചറിയപ്പെടേണ്ടതായിട്ടുണ്ട്. അതാണ് ഇതിന്റെ പിന്നിലുള്ള യഥാർത്ഥത്തിലുള്ള ലക്ഷ്യം. ഇത് കൊടും ക്രൂരതയാണ്. പുതുതലമുറയോടും യുവജനതയോടും ചെയ്യുന്ന കൊടും ക്രൂരതയാണ്. ഇതിന് ഭരണപക്ഷം ഏറ്റവും അടുത്ത ദിവസം 2-3 ദിവസത്തിനകം പരിഹാരം കാണണം എന്ന് അവരെ പോലെ തന്നെ ഞാനും ആഗ്രഹിക്കുകയാണ്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരമിരിക്കുന്ന വനിതാ CPO ഉദ്യോഗാർത്ഥികൾ ഇന്ന് അവരുടെ ചോര ചിന്തിയാണ് പ്രതിഷേധം അറിയിച്ചത്. അവരുടെ വേദന അവർ പ്ലക്കാർഡിൽ രേഖപ്പെടുത്തി സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ അവർ നേരത്തെ മുട്ടിലിഴഞ്ഞു പ്രതിഷേധിച്ചു, ശയനപ്രദക്ഷിണം നടത്തി, കൈകാലുകൾ പരസ്പരം ബന്ധിപ്പിച്ച് പ്രതിഷേധിച്ചു. ഇന്ന് വിഷുദിനത്തിൽ കേരളം മുഴുവൻ ഉത്സവ ലഹരിയിലായപ്പോൾ
ചോര ചിന്തിയവരുടെ വേദന പ്ലക്കാർഡിൽ രേഖപ്പെടുത്തി സർക്കാരിനെ അറിയിക്കുകയായിരുന്നു. മുജീബ് റഹ്മാൻ 9 വർഷം മുമ്പ് LDF തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു സേനയിലെ വനിതാ പ്രാതിനിധ്യം 15% ഉയർത്തും എന്ന്. മുഖ്യമന്ത്രി ആ വാഗ്ദാനം നടപ്പിലാക്കിയാൽ മതി. മുജീബ്, കഴിഞ്ഞ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് 5 വർഷം പൂർത്തീകരിച്ചതിന് ശേഷം അധികാരത്തിലേറിയപ്പോൾ അത് ഒന്നാം പിണറായി സർക്കാർ നടപ്പിലാക്കിയ ആ പ്രോഗ്രസ് റിപ്പോർട്ട്, തീർച്ചയായും അതിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ടാം പിണറായി സർക്കാർ അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാരിന് അധികാരത്തിലേറാൻ കഴിഞ്ഞത് എന്നുള്ള ചരിത്ര സത്യം നാം ആദ്യം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം വാഗ്ദാനങ്ങൾ ഒന്നൊന്നായി പാലിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ഓരോ വർഷങ്ങളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രണ്ടാമത്തെ സർക്കാർ അധികാരത്തിലേറിയപ്പോഴും ആദ്യ വർഷം പൂർത്തീകരിച്ചത് പ്രോഗ്രസ് റിപ്പോർട്ട് ഉയർത്തി കാണിച്ചുകൊണ്ടായിരുന്നു. അത് നൽകിയ തീർച്ചയായിട്ടും ആ പ്രോഗ്രസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ടാമത്തെ വർഷത്തേക്കും മൂന്നാമത്തെ വർഷത്തേക്കും കടന്നിരിക്കുന്നത്. സ്വാഭാവികമായും അത് ഏതൊക്കെ മേഖലകളിൽ തൊഴിൽ വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ടോ ആ തൊഴിൽ വാഗ്ദാനങ്ങളൊക്കെ തന്നെ പാലിക്കപ്പെടാൻ നിർബന്ധിതരായിട്ടുള്ള ഒരു സർക്കാരാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ. അക്കാര്യത്തില് ഒരു 4 ദിവസം കൂടി ബാക്കിയുണ്ടെങ്കിൽ പോലും സ്വാഭാവികമായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം 333 ഒഴിവുകളാണ് ഇപ്പോൾ. അതിലേക്കാണ് ഇന്റർവ്യൂ നടത്തി ആൾക്കാരുടെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കിയതെങ്കിൽ അവരെ നിയമിക്കുവാനുള്ള ആർജവം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗത്തുനിന്നുണ്ടാകും. ഒരിക്കലും അതിൽ ചെറിയൊരു തിരുത്തുണ്ട്. അങ്ങേ അതിൽ കയറി പറഞ്ഞ ക്ഷമിക്കണം. 333 ഓൾറെഡി 213 പേർ ട്രെയിനിങ്ങിന് കയറി കഴിഞ്ഞു. അത് ഫസ്റ്റ് ബാച്ച് ആണ്. പിന്നെ അറിയാം, ഇടതുപക്ഷ സർക്കാർ ഞങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നു. ആ വിശ്വാസത്തിന്റെ ഒറ്റ കാരണത്തിലാണ് ഞങ്ങൾ ഇപ്പോഴും അവിടെ മഴയും വെയിലും മറ്റുള്ളവർ പരിഹാസമൊക്കെ കൊണ്ട് കിടക്കുന്നത്. പലരും ഞങ്ങളുടെ അടുത്ത് വന്ന് പറയും മക്കളെ ഇരുന്നിട്ട് കാര്യമില്ല. പക്ഷെ ഞങ്ങൾ ആ ഹൃദയപക്ഷ സർക്കാരിനെ ഹൃദയം കൊണ്ട് സ്വീകരിച്ചവരാണ്. ആ ഒറ്റ വിശ്വാസത്തിന്റെ പുറത്താണ് സാർ ഞങ്ങൾ അവിടെ കിടക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ 333 ഈ ലിസ്റ്റ് വന്ന് 11 മാസത്തിന് ശേഷമാണ് ഈ 333 വേക്കൻസി. മുൻ വർഷങ്ങളിൽ 812 അതിന് മുൻ വർഷം 770 പോയ വേക്കൻസികൾ വന്ന ഒരു തസ്തികയിൽ ഞങ്ങൾക്ക് ഇതുവരെ ഈ ലിസ്റ്റ് 2-3 ദിവസം കൊണ്ട് അവസാനിക്കുമെന്ന് പറയാം. കാരണം പിന്നെ ഹോളിഡേയ്സ് ആണ്. ഞങ്ങൾക്ക് അത് വെറും 333 വേക്കൻസി. അതിൽ തന്നെ 60 NJDകളാണ്. മറ്റൊരു വസ്തുത എന്തെന്ന് വെച്ചാൽ ഈ ലിസ്റ്റിൽ 117ഓളം ഡിലീഷൻസ്. ഇതുവരെ മുന്നേ നടന്ന ഒരു ലിസ്റ്റിലും 117 ഡിലീഷൻസ് ഒന്നും ഉണ്ടായിട്ടില്ല. അങ്ങേ ഇടക്ക് കയറി പറഞ്ഞതിൽ ക്ഷമിക്കണം. എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞത് മാത്രമാണ്. ഓക്കെ, അട്ടോ മുജീബ് റഹ്മാൻ, പിന്നെ എന്തിനാണ് ഇങ്ങനെ ഇവരെ ബുദ്ധിമുട്ടിക്കുന്നത്? മുജീബ് റഹ്മാൻ, സ്ത്രീകളോട് വലിയ താല്പര്യമുള്ള, സ്ത്രീകളെ നെഞ്ചോട് ചേർക്കുന്ന ഒരു സർക്കാർ എന്നൊക്കെയല്ലേ നാഴികയ്ക്ക് 40 വട്ടം വിളിച്ച് പറയുന്നത് മന്ത്രിമാരും മുഖ്യമന്ത്രിയൊക്കെ. പിന്നെ എന്തിനാണ് ഈ സ്ത്രീകളോട് ഈ ക്രൂരത കാണിക്കുന്നത്? സ്ത്രീകളോട് ഇവിടെ ഒരു ക്രൂരതയും കാണിച്ചിട്ടില്ലല്ലോ. നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഈ അഡ്വക്കേറ്റ് ജയസൂര്യ ഇവിടെ സംസാരിക്കുകയുണ്ടായി. അദ്ദേഹം പറയുകയുണ്ടായി 10,000-കണക്കിന് ആൾക്കാരെ കേന്ദ്ര ഗവൺമെന്റ് നിയമിക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി സൈനിക സേവനം നിർബന്ധിതമായ അഗ്നിവീർ എന്നുള്ള ഒരു പദ്ധതിയിലൂടെ വന്നതിലൂടെ നേരത്തെ ഉണ്ടായിരുന്ന നമ്മുടെ അടിസ്ഥാനപരമായ സൈനിക സേവന പദ്ധതിയെ അട്ടിമറിച്ച ഒരു സർക്കാരാണ് കേന്ദ്രത്തിലുള്ളത്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ തൊഴിൽ കൊടുക്കുന്ന സംസ്ഥാന സർക്കാർ എന്ന് പറയുന്നത് കേരള ഗവൺമെന്റ് ആണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. പബ്ലിക് സർവീസ് കമ്മീഷൻ മുഖേന കേരളത്തിലെ ഉദ്യോഗാർത്ഥികൾക്ക് ജോലി കൊടുക്കുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സർക്കാർ തൊഴിൽദാതാവ് എന്ന് പറയുന്നത് കേരളത്തിലെ പബ്ലിക് സർവീസ് കമ്മീഷനാണ്. അതിനകത്ത് ഒരു സംശയം വേണ്ട. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ 333 വേക്കൻസികൾ ഉണ്ടായിരുന്നതിൽ ബഹുഭൂരിപക്ഷവും നികത്തിക്കഴിഞ്ഞു. ഇവിടെ അങ്ങ് സൂചിപ്പിച്ചതുപോലെ അങ്ങാണ് ആമുഖത്തിൽ പറഞ്ഞത് 333 പേരുടെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കി എന്നുള്ള കാര്യത്തിൽ അവർ ബഹുഭൂരിപക്ഷത്തെ എടുത്തു 967 പേരുടെ റാങ്ക് ലിസ്റ്റ്. കഴിഞ്ഞ വർഷങ്ങളിൽ 3 ബാച്ച് പോയ ലിസ്റ്റ്. അപ്പോൾ 333 വേക്കൻസികൾ മാത്രമേ ഇതുവരെ ഉണ്ടായിട്ടുള്ളൂ എന്നാണ്, അങ്ങനെയാണ് പറഞ്ഞത്. തീർച്ചയായിട്ടും അല്ല, അതന്നെ പറഞ്ഞു വരുന്നത്. 333 പേരുടെ വേക്കൻസി ഉണ്ടായിട്ടുള്ളപ്പോൾ സ്വാഭാവികമായും കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ടത് അത്യാവശ്യമാണ്. സ്വാഭാവികമായി ഉണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ടത് അത്യാവശ്യമാണ്. ഇവരിൽ പലരും കോടതിയെ സമീപിച്ചിട്ടുള്ളവരുണ്ട്. അക്കാര്യങ്ങളിലൊക്കെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാരിന്റെ തീരുമാനം എന്ന് പറയുന്നത് പരമാവധി ആൾക്കാരെ തന്നെ ഉൾക്കൊള്ളിച്ചുകൊണ്ട്, ഇപ്പോൾ നമുക്കറിയാം സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതിയെ കൂടി നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്.
ഒന്ന്, കേരളം എന്ന് പറയുന്ന നിരവധി ദുരന്തങ്ങളിലൂടെ കടന്നു വന്ന മുജീബ് അത് പറയരുത്. അങ്ങനെ ദുരന്തങ്ങളിലൂടെ കടന്ന് പോയ ഒരു ചരിത്രമൊക്കെ ഉണ്ട്. പക്ഷെ അങ്ങനെയാണെങ്കിൽ നോക്കൂ, മുഖ്യമന്ത്രി പിണറായി വിജയൻ വീണ്ടും നവകേരള സദസ്സുമായിട്ട് ഇറങ്ങാൻ പോവാണ്. നേരത്തെ നവകേരള സദസ്സ് നടത്തി എന്ത് പ്രയോജനമാണ് സാർ ഉണ്ടായത്? ഏത് ഫയലിലാണ് തീരുമാനം ഉണ്ടാക്കിയത്? എന്തിനാണ് നാട്ടുകാരെ കബളിപ്പിക്കുന്നത്? ഒരു നാട്ടുകാരെ തെരഞ്ഞെടുപ്പ് വരാൻ ഇനി 1 വർഷം മാത്രമേ ശേഷിക്കുന്നുള്ളൂ. അപ്പോൾ ഒരു ഇലക്ഷൻ സ്റ്റണ്ട് അതിനുവേണ്ടി ഇറങ്ങി പുറപ്പെടുന്നു. ഞാനും നിങ്ങളും ഒക്കെ കൊടുക്കുന്ന നികുതി പണം വെച്ചല്ലേ ഇദ്ദേഹം കളിക്കുന്നത്? അതെ, ആ നികുതി പണത്തിന്റെ കാര്യം തന്നെയാണ് പറഞ്ഞു വരുന്നത്. കേരളത്തിൽ സമാനതകളില്ലാത്ത ദുരന്തമുണ്ടായപ്പോൾ ആ ദുരന്തമുഖത്തേക്ക് വന്ന പ്രധാനമന്ത്രി ഒരു പാക്കേജ് തരും, കേന്ദ്രം കേരളത്തെ സഹായിക്കും, 1 രൂപയുടെ പോലും പാക്കേജ് ഇന്നേ വരെ പ്രഖ്യാപിച്ചിട്ടില്ല. അങ്ങേക്കറിയാമല്ലോ. സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ നമ്മളെ ഭരണഘടനാ കേന്ദ്രത്തിന് മുന്നിൽ പട്ടിണിയാണ് സാർ. ഞങ്ങളെ കുറിച്ചൊന്ന് ചിന്തിക്കും സാർ. അങ്ങോട്ടൊന്ന് പോവല്ലേ? എനിക്ക് അത്ര രാഷ്ട്രീയം ഒന്നും അറിയില്ല. എനിക്ക് ജോലി നേടണമെങ്കിൽ പഠിക്കണം. സത്യമായിട്ട് എനിക്ക് രാഷ്ട്രീയം അറിയാം. ഞാൻ ഗ്രാമത്തിൽ ജനിച്ച് വളർന്ന പെൺകുട്ടിയാണ്. ഞങ്ങൾ അവിടെ 13 ദിവസമായിട്ട് 1 നേരം മാത്രം ആഹാരം കഴിച്ച് ജീവിക്കുകയാണ് സാർ. ഞങ്ങളുടെ അടുത്ത് ഒരു രാഷ്ട്രീയക്കാരും വന്ന് ചോദിച്ചിട്ടില്ല മക്കളെ നിങ്ങൾ കഴിക്കുന്നുണ്ട്. രാത്രി പേടിച്ച സാർ അവിടെ കിടന്നുറങ്ങുന്നത്. മിനിഞ്ഞാന്ന് രാത്രി 3 മണിക്ക് മഴ തുടങ്ങി, 7:30 വരെ മഴ പെയ്തു. ഞങ്ങൾ ആ ടാർപ്പായി പൊക്കി പിടിച്ച് കിടക്കുമായിരുന്നു. എനിക്ക് ഈ കേന്ദ്ര ഗവൺമെന്റോ ഇതൊന്നും എനിക്കറിയില്ല. ഞാൻ പഠിച്ചു, എനിക്ക് ആ ജോലിക്ക് ഞാൻ ഉൾപ്പെടെയുള്ള കുട്ടികൾക്ക് ജോലിക്ക് അർഹതയുണ്ടെന്ന്. അതുകൊണ്ട് തന്നെയാണ് അവിടെ കിടക്കുന്നത്. ഞങ്ങളെ കുറിച്ച് സാറൊന്ന് സംസാരിക്കുക. മറ്റൊരു കാര്യം പറയാനുണ്ട് സാർ. ഈ നമ്മൾ കണക്ക് പറയുമ്പോൾ അഡ്വൈസ് മെമ്മോ അപ്പോയിൻമെന്റ് മെമ്മോ അത് രണ്ടാണ്. നമ്മൾ ഇപ്പം ഞാൻ ഒരു LD എക്സാം, ഒരു എക്സൈസ് എക്സാം, ഒരു പോലീസ് എക്സാം, വേറെ ഏതെങ്കിലും ഒരു എക്സാം എഴുതിയെന്ന് വിചാരിക്കുക. ഈ 3 എക്സാം ഞാൻ ക്വാളിഫൈഡ് ആയിട്ടുണ്ടെങ്കിൽ, എനിക്ക് നല്ല റാങ്കൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പം എനിക്ക് അഡ്വൈസ് മെമ്മോ വരും. പക്ഷെ ഞാൻ 3 എക്സാം ജോലിക്കും പോവോ? ഇല്ലല്ലോ, ഒരു ജോലിക്കേ പോവുള്ളൂ. അപ്പോൾ നമ്മളെ ഗവൺമെന്റ് കുറ്റപ്പെടുത്തി പറയുന്നതല്ല, ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. അഡ്വൈസുകൾ അയച്ചു എന്നാണ് പറയുന്നത്. അപ്പം എനിക്ക് 3 അഡ്വൈസ് വന്നു. പക്ഷെ ഞാൻ അതിലൊരു ജോലിക്കല്ലേ പോവുള്ളൂ. വേറൊരു വൈ എന്നൊരു കുട്ടി, ആ കുട്ടിക്ക് എനിക്ക് വന്ന അഡ്വൈസ് അവക്കും പോവും, ഞാൻ ജോയിൻ ചെയ്യാത്തത് കൊണ്ട്. അപ്പോൾ അഡ്വൈസ് ഒന്നും കൂടിയല്ലോ. നമ്മൾ അപ്പോയിൻമെന്റ് മെമ്മോ വെച്ചിട്ട് വേണം കണക്കെടുക്കാൻ. എനിക്ക് ഈ വലിയ ഒന്നും അറിയില്ല. എനിക്ക് ആകെ ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. ഞങ്ങൾ പട്ടിണിയാണ്, ഞങ്ങൾ കൈ വെടിയരുത്, അപേക്ഷയാണ്. ഇപ്പൊ കണ്ണുനീരൊന്നും വരുന്നില്ല, മനസ്സ് മരവിച്ച അവസ്ഥയാണ് സാർ. പിന്നെ ഈ RTI പ്രകാരം നോക്കിയപ്പോൾ അതിൽ കണ്ണൂർ ജില്ല ഉൾപ്പെട്ടിട്ടില്ല. 570ഓളം വേക്കൻസി ഉണ്ടായിരുന്നു. അതിലൊരു 300 350 തന്നാൽ ഞങ്ങൾ അവിടുന്ന് സമാധാനത്തോടെ മനസമാധാനത്തോടെ 570 അതിൽ കണ്ണൂർ ഡിസ്ട്രിക്ട് ഉൾപ്പെട്ടിട്ടില്ല. അപ്പം അതിൽ കുറച്ച് ഒരു 300 350 വേക്കൻസി ഒക്കെ തന്നാൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ്, നന്ദിയുള്ളവരായിരിക്കും. അത്രയും ഞങ്ങൾ ഹൃദയപക്ഷം തന്നെ ഞങ്ങൾ പറയും. ഇപ്പം അനവധി. അത് മാത്രമല്ല, കഴിഞ്ഞ വർഷത്തെ ലിസ്റ്റിന്റെ അവസാന ദിനങ്ങളിൽ കൊടുത്ത ആ ഒരു ബൾക്ക് വേക്കൻസി അല്ലേ, അത് നിങ്ങളുടെ പട്ടികയെ ബാധിച്ചിട്ടില്ലേ? അത് ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. അതായത് കഴിഞ്ഞ ലിസ്റ്റ് അവസാനിക്കുന്നത് മാർച്ച് മാസത്തിലാണ്. ഡേറ്റ് എനിക്ക് കറക്റ്റ് ആയിട്ട് ഓർമ്മയില്ല. അപ്പോൾ മാർച്ച് മാസത്തിലാണ് ലിസ്റ്റ് അവസാനിച്ചത്. ഇവർക്ക് ഞങ്ങളുടെ ലിസ്റ്റ് വന്നത് ഏപ്രിൽ 20-നാണ്. അപ്പം അവർക്ക് മെയ് വരെയുള്ള ഒഴിവുകൾ, പ്രതീക്ഷിത ഒഴിവുകൾ ആ കുട്ടികൾക്ക് കൊടുത്തു. ലിസ്റ്റ് അവസാനിക്കുന്നത് 2 ദിവസം മുന്നെയാണ് ആ ബൾക്ക് വേക്കൻസി വന്നത്. ശരിക്കും ഞങ്ങളുടെ ലിസ്റ്റിന് കലണ്ടർ വൈസ് നോക്കുകയാണെങ്കിൽ ഏപ്രിൽ 20th കറക്റ്റ് 12 മാസം. പക്ഷേ വേക്കൻസിയുടെ കണക്ക് നോക്കുകയാണെങ്കിൽ കറക്റ്റ് 10 മാസമേ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളൂ. അത് വ്യക്തമായി പറയാൻ കാരണം അവർ തന്നെ ഗവൺമെന്റ് തന്നെ PSC തന്നെ പറഞ്ഞ കാര്യമാണ്. മെയ് വരെയുള്ള പ്രതീക്ഷിത ഒഴിവുകൾ കഴിഞ്ഞ ലിസ്റ്റുകാർക്ക് കൊടുത്തു. അങ്ങനെയെങ്കിൽ ഈ മെയ് വരെയുള്ള ഒഴിവുകൾ ഞങ്ങൾ അർഹരല്ലേ? പിന്നെ ഈ എടുക്കാൻ സാറ് പറഞ്ഞ സാമ്പത്തിക മാന്ദ്യം അതൊക്കെ അതൊന്നും എനിക്ക് അങ്ങനെയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പ്രതിസന്ധി അതൊക്കെ ഉണ്ടെങ്കിൽ സാർ, ഞാൻ 2022-ലാണ് ഈ നോട്ടിഫിക്കേഷൻ വന്നത്. ഈ 2023 നോട്ടിഫിക്കേഷൻ വന്നു സാർ. അതിന്റെ റിട്ടേൺ എക്സാം കഴിഞ്ഞു, ഫിസിക്കൽ ടെസ്റ്റ് കഴിഞ്ഞു. 24 ഇതാ വീണ്ടും പുതിയ വിജ്ഞാപനം വന്നു. അപ്പോൾ അതൊന്നും എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല, കാരണം ഞാൻ ഏജ് ഓവറായി. അപ്പോൾ ഈ കുട്ടികളെ, ഞങ്ങളെ ഓൾറെഡി ക്ലിയർ ഔട്ടായ കുട്ടികളെ എടുക്കാൻ പറ്റില്ല. അങ്ങനെയെങ്കിൽ പിന്നെ എങ്ങനെയാണ് സാർ ഈ നോട്ടിഫിക്കേഷൻ? വെറുതെ നമ്മളിപ്പോ ഒരു ബാലഭൂമിയോ എനിക്കത് മനസ്സിലാവാത്ത കൊണ്ടാണ് സാർ. എൻ്റെ ഒരു അങ്ങ് ക്ലിയർ ചെയ്തു തരണം. എൻ്റെ ഒരു സംശയം മാത്രമാണ്. ഞങ്ങൾ എടുക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് സാർ 23-24 വെറുതെ നോട്ടിഫിക്കേഷൻ ഇടുന്നത്? പിന്നെ മാത്രമല്ല, ഞങ്ങൾ ഈ 11 മാസത്തോളം ഞാൻ കാസർഗോഡ് മുതലുള്ള കുട്ടികൾ സെക്രട്ടേറിയറ്റിൽ വരുന്നു, കാണുന്നു, എല്ലാവരെയും
ഞങ്ങൾക്ക് അത്ര പെൺകുട്ടികളാണ്, ഞങ്ങൾക്ക് പൊളിറ്റിക്സ് വലിയ അറിവൊന്നുമില്ല, എങ്കിൽ ഞങ്ങൾ എല്ലായിടത്തും ഞങ്ങൾക്ക് വാക്കൻസി വരുമോ, ജോലി കിട്ടുമോ. അപ്പോൾ അവർ പറയും, മക്കളെ നമ്മൾ സെക്രട്ടറിയിലൊക്കെ വന്നപ്പോൾ എല്ലാ നേതാക്കന്മാരും പേടിക്കേണ്ട, നിങ്ങൾ നന്നായിട്ട് ഉറങ്ങുക മക്കളെ എന്ന് മാത്രമേ അവർ ഞങ്ങളെ വിളിച്ചിട്ടുള്ളൂ. എന്താ വന്നത്? ആ ഒരു ഭീഷണിയുടെ സ്വരം ഞങ്ങൾ കണ്ടിട്ടില്ല. ആ ധൈര്യത്തിന് പുറത്താണ് ഞങ്ങൾ വീണ്ടും സെക്രട്ടറിയിലേക്ക് പോയത്, ഓരോ നേതാക്കന്മാരെയും കണ്ടത്. കാരണം ഞങ്ങളെ സ്നേഹത്തോടെ മാത്രമേ വരുമ്പോൾ ചോദിക്കും, മക്കളെ ഫുഡ് കഴിച്ചോ, വാഹനത്തിന് പോകാൻ പൈസ ഉണ്ടോ, ഇത്ര ദൂരത്തു നിന്നാണ് വന്നത്, ആരാ വന്നത്, ഒറ്റയ്ക്കാണോ എന്നൊക്കെ ചോദിച്ച് സ്നേഹത്തോടെ ഒരച്ഛൻ്റെയും ആ ഒരു സ്നേഹത്തോടെ മാത്രം ഞങ്ങൾക്ക് ഭയമില്ലാതെ ആ ഓഫീസുകൾ ഞങ്ങൾ കയറി ഇറങ്ങിയവരാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ അച്ഛനമ്മയും പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കില്ലേ സാർ, അതുപോലെ ഞങ്ങൾ വിശ്വസിച്ചു. ഞങ്ങളെ മനസ്സിൽ സമരം എന്നൊരു അജണ്ട ഇല്ലായിരുന്നു. എന്നിട്ട് സമരം, ഞാൻ എൻ്റെ കോളേജിൽ പോലും സമരം വിളിക്കാത്ത ഒരാളാണ്, എനിക്കറിയില്ല സമരം എന്താണെന്ന് വെച്ചാൽ. എന്നിട്ട് അങ്ങനെ ഗതികെട്ടിട്ടാണ് സാർ ആ തെരുവിൽ കിടക്കേണ്ടി വന്നത്. അതും സാറിൻ്റെ മോള് ആണ് ഞാൻ, എനിക്കൊക്കെ ഈ ഒരു ഏജിലെ സാറിൻ്റെ മകളൊക്കെ തെരുവിൽ കിടക്കുക. സാറൊന്ന് രാഷ്ട്രീയം ഒക്കെ വിട്ടിട്ട് ഒരു മനുഷ്യൻ എന്ന രീതിയിൽ സാറൊന്ന് ആലോചിച്ച് നോക്കിക്കേ സാർ. സാറിൻ്റെ മകള് ഇത്രയും ദിവസം ഭക്ഷണം പോലും കഴിക്കാണ്ട് തെരുവിൽ, ഒരു നേരം മാത്രം കഞ്ഞി, രാത്രി ഞങ്ങൾക്ക് ബാക്കിയുണ്ടെങ്കിൽ കഞ്ഞി കഴിക്കും. അതിൽ തന്നെ ആദ്യമൊക്കെ 60 കുട്ടികളുടെ സമരപ്പന്തലിൽ ഇപ്പം 22-20 കുട്ടികളുള്ളൂ. ബാക്കി അവർ എവിടെ പോയി? യൂറിനറി ഇൻഫെക്ഷൻ ആണ് സാർ, കിഡ്നി സ്റ്റോൺ, ലോ BP, ഹൈ BP, മെന്റൽ സ്ട്രെസ്. റോഡിലൊക്കെയാണ് കഴിഞ്ഞ ദിവസം ബോധം കെട്ട് കുട്ടികൾ വീണത്, 2 ബസ് മുന്നിലും പുറകിലും. എന്തോ ആരുടെയൊക്കെ ഭാഗം കൊണ്ട് ആ കുട്ടികളെ വലിച്ച് ഞങ്ങൾ പുറകിലേക്ക് ഇട്ടു. മീഡിയക്കാർ വന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞു, സാർ ഇത് കവർ ചെയ്യരുത്, കാരണം വീട്ടുകാർ പേടിക്കും, ഞങ്ങൾക്കൊക്കെ ഇവിടെ സമരം ചെയ്യണം. ഞങ്ങൾ കാല് പിടിച്ചാൽ അവർ പറഞ്ഞു, ഓക്കെ മക്കളെ ഞങ്ങൾ ചെയ്യുന്നില്ല. അങ്ങനെ പിന്നെ സാറൊന്ന് ആലോചിച്ച് നോക്കിയാട്ടെ, ഈ ഹൈ BP, ലോ BP ഒക്കെ വരെ ഞങ്ങൾക്ക് ചെറിയ കുട്ടികളല്ലേ സാർ, ഈ വലിയ അസുഖങ്ങൾ വരാൻ പ്രായമായിട്ടില്ലല്ലോ. അതും കൂടാതെ ഈ റോഡിൽ കൂടെ പോകുന്ന ആൾക്കാർ, ഇവരെന്തിന് ഇവിടെ കിടക്കുന്നു, ജോലിയോ നിങ്ങൾക്ക് പോ, എന്തിന് വേറെ പണിയില്ലേ, അങ്ങനെ പറയുന്നവർ. പിന്നെ കുറേ ആൾക്കാർ സഹതാപ തരംഗം കൊണ്ടുവരും. ഞങ്ങൾക്ക് സഹതാപം ഒന്നും ആവശ്യമില്ല, ജോലിയാണ് ആവശ്യം സാർ. പട്ടിണി തന്നെയാണ്. ഇനി എന്തൊക്കെ അസുഖങ്ങളാണ് ഈ തെരുവിൽ കിടന്ന് വന്നിട്ട് ഞങ്ങൾക്ക് വരാൻ പോകുന്ന അറിയില്ല സാർ. ഒന്നുകൂടെ അറിയണം, ഇന്നലത്തെ ഞങ്ങളുടെ സമരം, മിനിഞ്ഞാന്നത്തെ ഞങ്ങളുടെ സമരം ഭിക്ഷ എടുക്കലായിരുന്നു. ഏത് പട്ടിണിയിൽ അത് കിടക്കുന്ന അച്ഛനമ്മമാരെങ്കിലും കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞാണ്. അവർ മക്കളെ സ്വന്തം രാജകുമാരിമാരായിട്ടേ അല്ലെങ്കിൽ രാജകുമാരന്മാരായിട്ടേ വളർത്തുള്ളൂ. ഞാൻ ആദ്യമായിട്ട് കയറുന്നത് ആ ഒരു ദിവസം മാത്രം. ഞാൻ സെക്രട്ടേറിയറ്റിൻ്റെ ഫ്രണ്ടിൽ ഫുട്പാത്തിൽ ഒരു ബക്കറ്റ് വെച്ച് വല്ലന്ന് ഇടണേ ചേട്ടാ ചേച്ചി എന്ന് പറഞ്ഞിരിക്കുമ്പോൾ ഞാൻ അന്ന് കണ്ടത് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ മുഖമാണ് സാർ. ഞാൻ ഡിഗ്രി റാങ്ക് ഹോൾഡറാണ്, PG റാങ്ക് ഹോൾഡറാണ്. ഞാൻ ഒരിക്കൽ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല സാർ ആ സെക്രട്ടേറിയറ്റിൻ്റെ പഠിക്കൽ, അതും നമ്മുടെ ഭരണസിരാ കേന്ദ്രത്തിൻ്റെ പഠിക്കൽ, പത്മനാഭൻ്റെ മണ്ണിൽ, ഈ തലസ്ഥാന നഗരിയിൽ ഗതികെട്ട് ഭിക്ഷക്കാരിയെ പോലെ ഇങ്ങനെ വാടി തളർന്ന് സ്വയം മാനസികമായൊക്കെ ഡൗണായി പിച്ച എടുക്കേണ്ടി വരും. എന്നിട്ട് ആ പൈസ കൊണ്ട് വൈകുന്നേരം ഭക്ഷണമായി കഴിക്കേണ്ടി വരും. ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. അത് എനിക്കറിയില്ല, ഞാനിതിൽ രാഷ്ട്രീയം അങ്ങനെ ഒന്നും കലർത്തുന്നില്ല. ഞങ്ങൾക്ക് തരാനുള്ളത് മാത്രം തന്നാൽ മതി സാർ, അപേക്ഷയാണ്. ഈ 3 ദിവസത്തിൽ ഇത് സാധാരണ ക്യാബിനറ്റ് പോലെ കടന്നു പോകുമായിരിക്കും, പക്ഷെ ഞങ്ങളുടെ ജീവിതത്തിൽ അത് ഞങ്ങൾ ആയുസാണ്. ഈ ഏപ്രിൽ 19 കഴിഞ്ഞിട്ട് ഞാൻ കോഴിക്കോട് നിന്ന് വരുന്ന കുട്ടിയാണ്. എനിക്കറിയില്ല ട്രെയിൻ കയറി അങ്ങനെ എൻ്റെ നാട്ടിലെത്തണമെന്ന്. അത്രയും പലരും പറയും ബി പ്രാക്ടിക്കൽ, നെക്സ്റ്റ് എക്സാമിന് പഠിക്കൂ എന്നൊക്കെ പറയും. അവിടെയും പ്രശ്നമുണ്ട് സാർ. ഞങ്ങൾ 11 മാസം ഓരോ ആൾക്കാരെ കണ്ടപ്പോഴും മക്കളെ വരും 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 എന്നാണ് പറഞ്ഞത്. ആദ്യം തൊട്ടേ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ആ ജോലി കിട്ടുന്നതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതേമേ നിങ്ങൾക്ക് വരില്ല, നമുക്ക് ജോലി എടുക്കാൻ പറ്റില്ല, നിങ്ങളൊക്കെ വേറെ എക്സാമിന് പഠിച്ച് അങ്ങനെ എന്തെങ്കിലും ഒരു ക്ലൂ കൂട്ടിയിട്ട് ഇത് ഞങ്ങളെ ആശിപ്പിച്ച പോലെ ഞങ്ങൾ കുറ്റപ്പെടുത്തല്ലേ സാർ. ഞങ്ങൾ കുട്ടികളല്ലേ, ഒരു ആശിപ്പിച്ചിട്ട് ഇല്ല എന്നൊക്കെ പറയുമ്പോൾ അതൊരു കൊച്ചുകുട്ടിയാണെങ്കിൽ നമ്മളൊരു മിഠായിയൊക്കെ വാങ്ങിച്ചിരുന്നവർ ആശിപ്പിച്ചിട്ട് ഇല്ല എന്ന് പറയുമ്പോൾ ഒരു സങ്കടമില്ലേ? ഞങ്ങളോടാണോ ദേഷ്യം, ഞങ്ങളെ പരിഹസിക്കുന്ന ആളോടാണോ ദേഷ്യം എന്നൊന്നും അറിയാൻ പറ്റാത്ത വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ്. അത് ആർക്കൊക്കെ മനസ്സിലാവുമെന്ന് അറിയില്ല. ഞാനൊക്കെ എൻ്റെ വീട്ടിൽ നിന്ന് അച്ഛനൊക്കെ പേടിയായിരുന്നു, നീ സമരത്തിന് പോവേ, അയ്യോ വേണ്ടട്ടോ നിനക്ക് വയ്യാണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വീട്ടിൽ നിന്ന് ഇവിടെ എത്തിയതിന് ശേഷമാണ് അച്ഛനെ പറഞ്ഞത്, അച്ഛൻ ഞാനിങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ടെന്നുള്ളത്. അത്ര ഒരു രക്ഷയും ഇല്ലാഞ്ഞിട്ട് ഇപ്പം ഈ മാസ്ക് ധരിക്കുന്നത് പോലും എൻ്റെ അച്ഛൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ടാണ്. അത്രയും പാവപ്പെട്ട ഇനി എങ്ങനെ ഞങ്ങൾ അവസ്ഥ പറഞ്ഞു തരണമെന്ന് അറിയില്ല സാർ. അത്രയും അവസ്ഥ ഗതികെട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ആ ഒരു ഇതിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. ഇപ്പോഴും ദയവ് ചെയ്ത് ഞങ്ങളെ കൈവിടരുന്നത് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. കാരണം ഞങ്ങളുടെ ആവശ്യം ന്യായമാണെന്ന് 100% ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഇത്തിരിയെങ്കിലും അർഹമല്ലാത്ത കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ അവിടെ കിടക്കുന്നതെങ്കിൽ നമുക്ക് കിടക്കാൻ പറ്റില്ല. കാരണം ആ ഒരു ന്യായമായ അവകാശം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ആ വെയിലും മഴയും ഞങ്ങൾക്ക് താങ്ങാനുള്ള ശക്തി തരുന്നത്.
അത് ഞങ്ങൾക്ക് പറ്റാത്ത നടക്കാത്ത ഞങ്ങൾക്ക് വേണ്ടാത്തത് ഞങ്ങൾക്ക് അർഹതയില്ലാത്ത ഒരു കാര്യമാണെങ്കിൽ ഞങ്ങൾക്ക് ആ വെയിലും മഴയും മഞ്ഞും കൊണ്ട് അവിടെ കിടക്കാൻ പറ്റില്ല. സാർ, ടൗണാണ്, സാമൂഹ്യ വിരുദ്ധരുണ്ടാവും. ഇപ്പം അറിയാലോ, മറ്റേ ലഹരി കഞ്ചാവും അങ്ങനെ എന്തൊക്കെയോ ഇല്ലേ. ഞാൻ പേടി ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട കാവലൊന്നും അവിടെ ഇല്ല. ഞങ്ങൾക്കായിട്ട് ഒരു പോലീസ് അവരെ ഏർപ്പെടുത്തിയിട്ട്, അത് അവർ പോലീസുകാർ തന്നെ പറഞ്ഞ കാര്യമാണ്. സംരക്ഷണം അവർ തന്നെ പറഞ്ഞു, ആശാ വർക്കർമാരെ സംരക്ഷണമാണ്. പക്ഷെ ഞങ്ങൾ കുട്ടികളായതുകൊണ്ട് അവരുടെ ഒരു മനസ്സറിവുകൊണ്ട് എന്തെങ്കിലും സംഭവിച്ചാൽ അവരുടെ കൺമുന്നിലല്ലേ, അവരും കുടുംബ കുട്ടികളൊക്കെ ഉള്ളവരല്ല. അതുകൊണ്ട് അവർ ഞങ്ങളൊന്നും വന്ന് നോക്കി മക്കളെ കഴിച്ചോ നോക്കി ഞങ്ങൾക്ക് അവിടെ കാവൽ അവർ നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ അവിടെ ഞങ്ങൾ ഒരാൾ പോലും തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇതുവരെ ഒരു നേതാക്കന്മാർ വന്ന് വാക്കൻസി പോട്ടെ, മക്കളെ നിങ്ങൾ ഭക്ഷണം കഴിക്കും, ഒരു മാനുഷിക പരിഗണന, വനിതാ സ്ത്രീ എന്നൊക്കെ പോട്ടെ, ഒരു പൂച്ചക്കുഞ്ഞു പോലും ഇങ്ങനെ വെയിലത്ത് കിടക്കുന്ന കണ്ട നമ്മൾ അതിനെ മാറ്റിക്കിടത്ത് ഇത്തിരി വെള്ളം കൊടുക്കുകയോ ചെയ്യില്ല സാർ. അതുപോലെ ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. എനിക്കിതിൽ കൂടുതൽ ഞങ്ങള് ഇന്ന് ഞങ്ങൾ പോകുന്ന സമയത്ത് ഒരു വയസ്സായ അപ്പൂപ്പൻ വിറച്ചു വരുന്നു. അപ്പം ഭക്ഷണം വേണം അപ്പൂപ്പൻ. ഞങ്ങളുടെ കയ്യിൽ പൈസയില്ല. എന്നിട്ട് ഞങ്ങൾ കഴിക്കാൻ പോയ ഉച്ചക്ക് കഞ്ഞിയായിരുന്നു. എന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങളുള്ള കഞ്ഞിയിൽ ഒരു പങ്ക് അദ്ദേഹത്തിന് കൊണ്ടു കൊടുത്തു. ആ മനുഷ്യൻ ആർത്തിയോടെ കഴിക്കുക. അപ്പം ഞങ്ങൾ ആലോചിച്ചു, ഇതുപോലെ ഒരു കാരണം ഞങ്ങളുടെ അടുത്ത് തന്നിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾ പൈസ തന്ന് ഞങ്ങളെ ജോലിക്ക് കയറ്റണം അങ്ങനെ ഒന്നല്ലല്ലോ പറയുന്നത്. ബുദ്ധി ഉപയോഗിച്ച് പഠിച്ച് കഷ്ടപ്പെട്ട് വേർത്തൊഴുകി ഞാനൊക്കെ ഇനിയൊന്നും അനുഭവിക്കാനില്ല. പലരും നിനക്ക് പറ്റോടി അങ്ങനെയൊക്കെ പറഞ്ഞ് കളിയാക്കിയിട്ട് ഒരു അതിജീവനം പോലെയായിരുന്നു. എനിക്കൊരു സ്വർഗം കിട്ടിയ ഒരു അനുഭൂതിയായിരുന്നു ആ റാങ്ക് ലിസ്റ്റിൽ വന്നപ്പോൾ. അത്രയും സന്തോഷം. പക്ഷെ ഇപ്പം ഞാൻ ആഗ്രഹിക്കുന്നത് സാർ, എന്ത് കഷ്ടകാലത്തിനാണ് ഞാൻ റാങ്ക് ലിസ്റ്റിൽ വന്നത്. എല്ലാവരുടെയും മുന്നിൽ പരിഹാസ കഥാപാത്രമായി, വീട്ടുകാരുടെയും നാട്ടുകാരുടെയും ചോദ്യചിഹ്നമായി. പിന്നെ മറ്റൊരു കാര്യം കൂടെയുണ്ട്, 3 വർഷമാണ് ഞങ്ങൾ ഇതിനു വേണ്ടി കളഞ്ഞതെന്ന് പറയാം. ജോലി കിട്ടി അങ്ങനെ പറയാൻ പറ്റില്ല, എങ്കിലും അതിന് വേണ്ടി ചെലവഴിച്ചത് 3 വർഷം. പെൺകുട്ടിയാണ് സാർ, ഞാൻ വിവാഹം പോലും കഴിക്കാതെ എത്രയോ കുട്ടികൾ അതിലുണ്ട്, അമ്മമാരായ അറിയണ്ട്. അപ്പോൾ ഒരു മനുഷ്യായുസിൻ്റെ 3 വർഷം ഒരു ജോലിക്ക് വേണ്ടി ശ്രമിച്ച് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അതില്ല എന്ന് പറയുമ്പോൾ സാറാണെങ്കിൽ സഹിക്കുമോ? എത്ര ആഗ്രഹിച്ച സാധനം ഇല്ലെന്ന് പറയുമ്പോൾ, അല്ല സാറിൻ്റെ മക്കൾക്കാണെങ്കിൽ സാറ് സഹിക്കുമോ? ഇത് അങ്ങനെ ചോദ്യം ചെയ്യുന്നതല്ല. ഒരു മകളായി സാറിനെ കണ്ടതിന് ഉത്തരം തന്നാൽ മാത്രം മതി. അടുക്ക മുജീബ് റഹ്മാൻ, മുഖ്യമന്ത്രിയുടെ മകളെ പോലെ ഇവർക്ക് മാസപ്പടി ചോദിക്കാനോ നോക്കുകൂലി വാങ്ങാനോ സാധിക്കില്ല സാർ. ഒരല്പം കരുണ മാത്രമല്ല, അർഹതപ്പെട്ടത് മാത്രമാണ് അവർ ചോദിക്കുന്നത്. കൃത്യമായിട്ട് വിശദീകരിക്കുകയായിരുന്നു, അനവധ്യ കൃത്യമായിട്ട് കാര്യങ്ങൾ. ഒരുപക്ഷെ താങ്കൾക്ക് അത് എന്തെങ്കിലും തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ അത് മാറിയിട്ടുണ്ടാവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല, അങ്ങ് മാസപ്പടി എന്നുള്ളൊരു വാക്ക് പറഞ്ഞതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. ഈ മാസപ്പടി എന്നുള്ളത് UDF-ന്റെ നേതാക്കന്മാരും മറ്റുള്ളവരും വാങ്ങിയാൽ അതിനെ മാസപ്പടി എന്നല്ലേ വിളിക്കുന്നത്? അല്ല, ഇപ്പൊ ചാർജ് ഷീറ്റ് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയല്ലേ? അങ്ങനെ ഒരു ചാർജ് ഷീറ്റ് കൊടുത്തിട്ടില്ല. അല്ല, അതിൽ തർക്കിക്കണ്ട. എന്തായാലും വാർത്ത വന്നതാണല്ലോ. മുജീബ് റഹ്മാൻ, ഇവരുടെ കാര്യത്തിൽ എന്ത് തീരുമാനം എടുക്കാൻ പറ്റും? അല്ല, അങ്ങ് പറഞ്ഞത് നിങ്ങൾ ഈ 24 മണിക്കൂർ സ്ത്രീകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സർക്കാരാണ്. സ്ത്രീകൾക്ക് വേണ്ടിയാണല്ലോ നവോത്ഥാനം മതിലൊക്കെ നിങ്ങൾ കെട്ടിപ്പൊക്കിയത്. ഇപ്പൊ എന്താ സാർ, സ്ത്രീകൾ വേണ്ടേ? എന്താ നിങ്ങളുടെ നിലപാട്? മാത്രമല്ല, ജയസൂര്യ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ റാങ്ക് ലിസ്റ്റ് അത് മുന്നിൽ വെച്ച് വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുക, അതാണോ നിങ്ങളുടെ അജണ്ട? തുറന്നു പറയുക. ഇവിടെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ആ CPO ഉദ്യോഗാർത്ഥി തന്നെ, ആ കുട്ടി തന്നെ പറഞ്ഞല്ലോ, ഇത്ര പേരെ നിയമിച്ചു കഴിഞ്ഞു, ബാക്കിയുള്ളവരെ കൂടി നിയമിക്കേണ്ടതായിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും വേക്കൻസി ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് അതിന് ഇനി ദിവസങ്ങൾ കൂടി. പിന്നെ എന്തിനാ പുതിയ നോട്ടിഫിക്കേഷൻ ഇറക്കുന്നത്? തീർച്ചയായിട്ടും അതിനി ബാക്കി ദിവസങ്ങൾ ബാക്കിയുണ്ടല്ലോ. 3-4 ദിവസങ്ങൾ കൂടി ബാക്കിയുണ്ടല്ലോ. 3 ദിവസമാണ്. 3 ദിവസമേ ഉള്ളൂ. ബാക്കിയുണ്ടല്ലോ. നമുക്കറിയാമല്ലോ, കേരളത്തില് ഇതിന് മുമ്പിരുന്ന ഒരു സർക്കാർ ഉണ്ടായിരുന്നല്ലോ, UDF-ന്റെ ഉമ്മൻചാണ്ടിയുടെ സർക്കാർ. എത്ര വർഷമാണ് മുജീബ്? ഇങ്ങനെ ഒരു താരതമ്യ പഠനം അല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. മാത്രമല്ല, അനവധിയെ പോലുള്ളവർ ആഗ്രഹിക്കുന്നതും അങ്ങനെയല്ല. സർക്കാർ എന്ത് ചെയ്യും എന്നുള്ളതാണ്. കാരണം ഇത് ഇവർക്ക് അവസാന ബസ്സാണ്. 3 ദിവസം മാത്രമേ ശേഷിക്കുന്നുള്ളൂ. ലിറ്ററലി 5 ഉണ്ടെങ്കിലും 3 മാത്രമേ. അനവധി അത് പറഞ്ഞു. എന്തുകൊണ്ടാണ് 3 കണക്ക് കൂട്ടുന്നത് എന്നുള്ളത്. സ്വാഭാവികമായി ഈ 3 ദിവസത്തിനുള്ളിൽ സർക്കാരിന് എന്ത് ചെയ്യാൻ പറ്റും? സർക്കാർ എന്തിനാണ് ഈ മർക്കട മുഷ്ടി കാണിക്കുന്നത്? ഈ പാവപ്പെട്ട പെൺകുട്ടികളല്ലേ? നിങ്ങൾ എത്ര പണം ദൂർത്തടിക്കുന്നു സാർ? എന്തിനൊക്കെ വെറുതെ ചെലവഴിക്കുന്നുണ്ട്? ഒരു ജോലിയല്ലേ അവർ ആഗ്രഹിക്കുന്നത്? എത്ര കഷ്ടപ്പെട്ടാണ് അവർ പഠിച്ചത്? എല്ലാം കഴിഞ്ഞിട്ട് അവസാനം കഥ കടക്കുമ്പോഴുള്ള ഒരു പ്രശ്നമുണ്ടല്ലോ, അവരുടെ മുന്നേ വാതിൽ കൊട്ടി അടക്കുമ്പോഴുള്ള ഒരു വിഷമം. അത് മുജീബിന് അങ്ങനെ ഒരു മകളുണ്ടെങ്കിൽ, ആ മകൾക്ക് ഇതേ അവസ്ഥയാണെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ആ സ്ഥാനത്ത് നിന്ന് ചിന്തിച്ചു നോക്കൂ. അനവധി ആവശ്യപ്പെട്ടതും അതാണല്ലോ.
തീർച്ചയായും ഞങ്ങൾ പറഞ്ഞല്ലോ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ ഒരാളിന്റെ പോലും തൊഴിൽ നിഷേധിക്കില്ല. ഒരാളിന് പോലും അത്തരത്തിലുള്ള ഒരു അഡ്വൈസ് മെമ്മോ വന്നിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായി അവരെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്ത് അവർക്ക് കൃത്യമായി ജോലി വാങ്ങിക്കൊടുത്തിരിക്കും. ഇന്നേ വരെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ലല്ലോ. ആരുടെയെങ്കിലും ജോലി ഇത്തരത്തിലുള്ളവരുടെ നിഷേധിക്കപ്പെട്ട ചരിത്രം ഉണ്ടായിട്ടില്ല. കൃത്യമായി ചെയ്തിട്ടുണ്ട്. വീണ്ടും എനിക്ക് മുതിർന്നവരെ ഇങ്ങനെ പറയുന്നതിൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള ആളാണ്. എന്നാലും ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ സാർ, ക്ഷമിക്കണം. ഞങ്ങളെ റാങ്ക് ലിസ്റ്റ് നിന്ന് ഇനി എടുത്തില്ലെങ്കിൽ ആ ചരിത്രമൊക്കെ മാറിപ്പോകും സാർ. ഞങ്ങൾ വെറുതെ PSC എക്സാം ഒക്കെ എഴുതുന്ന അങ്ങനെയൊക്കെ വന്നു പോകും സാർ. അതൊന്ന് പരിഗണിക്കണം. നിങ്ങളെയും ഒക്കെ തന്നെ ഈ സമരരംഗത്തേക്ക് തിരിച്ചുവിട്ടതിന് പിന്നിൽ പലരുടെയും സമരം നടത്തുന്നു. അതിനെനിക്ക് വ്യക്തമായ മറുപടി തന്നേ. ഞാനൊരു കാര്യം പറയട്ടെ. ഇത് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് അങ്ങനത്തെ ഞാൻ പ്രതീക്ഷിച്ചില്ല. കാരണം ഈ ഓൺലൈൻ മീഡിയാസ് പലതും പറയും, പക്ഷെ അങ്ങേ പോലുള്ള ഒരാൾ അങ്ങനെ പറയേണ്ട ഒരാളല്ല. ചിന്തിച്ചിട്ടൊക്കെ പറയുന്ന മനുഷ്യനല്ലേ, അന്വേഷിച്ചിട്ട് പറയുന്ന ആളല്ലേ, ആധികാരികമായിട്ട് പറയുന്ന വ്യക്തിയല്ലേ. അതുകൊണ്ട് ഇത് ഞാനിപ്പം ഈ ഇങ്ങനെ ഓൺലൈനായി നിൽക്കുന്നതുകൊണ്ട് പറഞ്ഞുതരാം. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയോ ഒരു സംഘടനയുടെയോ പ്രേരണ മൂലം വന്നവരല്ല. അങ്ങനെയെങ്കിൽ സാർ ആ ടാർപ്പായി സാർ ആരടുത്തൊക്കെ പോയി അന്വേഷിച്ച് നോക്ക്. ഇപ്പൊ മഴ പെയ്യുന്ന പറഞ്ഞിട്ട് എല്ലാം കൂടി വാരിക്കെട്ടി ഒരു ടാർപ്പായിനകത്ത് വെച്ചിട്ടാണ് ഞാൻ വന്നത്, ഇവിടെ ഈ സ്റ്റുഡിയോയിലേക്ക് ഞാൻ വന്നത്. അങ്ങനെ ഞങ്ങൾ ഒരാൾ ഉണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ആ ടാർപ്പായി വലിയ സെക്രട്ടറിയേറ്റ് കമ്പിയില്ലെങ്കിൽ ഞങ്ങൾ കെട്ടിയേനെ. ഞങ്ങൾ ഒരു നേരം ഭക്ഷണം കഴിച്ച് ജീവിക്കില്ലായിരുന്നു സാർ. ഞങ്ങൾ 3 മണി മുതൽ 7 വരെ പിന്നെ മഴ കൊണ്ട് നിൽക്കില്ലായിരുന്നു സാർ. ആ പീരീഡ്സ് ആയ കുട്ടികളൊക്കെ എങ്ങനെയാ മഴ കൊണ്ട് നിൽക്കുന്നത് സാറൊന്ന് ആലോചിച്ച് നോക്കിയിട്ട്. BP കൂടിയവർ, കുറഞ്ഞവർ, കിഡ്നി സ്റ്റോൺ ഉള്ളവർ, മറ്റേ അതിന് യൂറിനറി ഇൻഫെക്ഷൻ ഉള്ളവർ, അവിടെയുള്ള കുറേ ഹോട്ടലുകാരടുത്തും പിന്നെ ഹോട്ടലുകാരടുത്ത് ചോദിച്ചാൽ അറിയാം ഞങ്ങൾ എങ്ങനെ വന്നവരാണെന്നുള്ളത്. സാർ ഒരിക്കലെങ്കിലും നേരിട്ട് അന്വേഷിച്ചല്ലോ സാർ ഈ പറയുന്നത്. ഞങ്ങൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പോയി യാഥാർത്ഥ്യം മനസ്സിലാക്കുക. ഈ പറയുന്ന കോൺഗ്രസ്സുകാർ സമരത്തെ ആരെങ്കിലും ഫണ്ട് ചെയ്യുന്നു എന്നുള്ള ആക്ഷേപം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പോയി നേരിട്ട് മനസ്സിലാക്കാം. കോൺഗ്രസോ BJPയോ അല്ലെങ്കിൽ മറ്റൊരു സംഘടനയോ ഒന്നും ഞങ്ങളെ പുറകില്ല. ഞങ്ങൾക്ക് അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പക്ഷെ ഞങ്ങളെ കൂടുതൽ കണ്ണൂരൊക്കെയുള്ള കുറച്ച് കുട്ടികളുണ്ട്, അവരാണ് ഇതിന് ചുക്കാൻ പിടിച്ചത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ, നമ്മളൊരു കാര്യം പറയുമ്പോൾ എന്തെങ്കിലും ഒരു ഇത് വേണ്ടേ സാറിന് ആരോ തെറ്റിദ്ധരിപ്പിച്ചാണ്, ഉറപ്പായിട്ടും തെറ്റിദ്ധരിപ്പിച്ചാണ്. അതെനിക്കത് 100% ഉറപ്പാണ്. ഞാൻ അവിടെ നിന്ന് ഇപ്പോൾ വന്ന ഒരാളല്ലേ, എനിക്കിപ്പോൾ പോയിട്ട് കുടിക്കാൻ കഞ്ഞി ഉണ്ടാവുമെന്ന് അറിയില്ല. ഞങ്ങൾ ഒരാൾ അങ്ങനെ പ്രേരണ മൂലമൊക്കെ ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മളൊരാൾ ഇറക്കുമ്പോൾ അവർക്കുള്ള ഭക്ഷണം താമസം നിങ്ങൾ അവരെത്തിക്കൂലേ? ഞങ്ങൾ താമസിക്കുന്നത് അവിടെ ആ സ്ഥലത്ത് ഞങ്ങൾ അവിടെ ലഗേജ് മാത്രം വെക്കും. ഒരു ടോയ്ലറ്റ് ഉണ്ട്, ഒരു ബാത്റൂം ഉണ്ട്, അതിന് പോലും മര്യാദക്കൊരു ഡോറില്ല സാർ. അതുകൊണ്ട് ഓർക്കണം. ഈ ബംഗാളികളും അങ്ങനെ ഒരാളെ നമ്മൾ അധിക്ഷേപിച്ച് പറയാൻ പാടില്ല. എങ്കിലും അത്രയും ദയനീയമായിട്ടാണ് ഞങ്ങൾ അവിടെ നിൽക്കുന്നത്. ഭക്ഷണം മൂത്രം ഒഴിക്കാഞ്ഞിട്ടാണ് സാർ യൂറിനറി ഇൻഫെക്ഷൻ വന്നത്. ഞങ്ങൾ അങ്ങനെ ഒരാൾ ഇങ്ങനെ പ്രേരണ മൂലമൊക്കെ ഞങ്ങളെ ഗസ്റ്റായിട്ട് അവർ സ്വീകരിക്കില്ല. ഏതെങ്കിലും രാഷ്ട്രീയ കരുനീക്കൊക്കെ ആണെങ്കിൽ. പിന്നെ ഞങ്ങളെ കാണാൻ വന്നത് ഒരേ ഒരു വ്യക്തിയാണ്. ഞങ്ങൾക്ക് കുറച്ച് സാമ്പത്തിക സഹായം ചെയ്തു തന്നത് ജെറിൻ സാർ എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ PSC അധ്യാപകരാണ്. ഞങ്ങൾ അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥികളാണ്. ഞങ്ങൾക്ക് അദ്ദേഹത്തിന്റെ ക്ലാസ് കേൾക്കുന്നവരാണ്. അവിടെ ഒരു ഗുരുശിഷ്യ ബന്ധം മാത്രം. അദ്ദേഹം ഞങ്ങൾക്ക് കുറച്ച് പണം തരുന്നു. അന്ന് രാത്രിയത്തെ ഭക്ഷണം അദ്ദേഹം തട്ടുകടയിൽ നിന്ന് കുറച്ച് ഭക്ഷണം വാങ്ങി തരുന്നു. ആ മനുഷ്യന്റെ ഒരു വരവ് മാത്രമാണ് ഞങ്ങൾക്കുണ്ടായിരുന്നത്, ആ ഒരു ഫണ്ടും. അല്ലാണ്ട് ഞങ്ങൾക്ക് പുറമേന്ന് ഒരു കുഞ്ഞു പോലും. പിന്നെ പറയാം, ആ ഭിക്ഷയായിട്ട് ബക്കറ്റിൽ കുറച്ച് അമ്മമാരും കുറച്ച് ഓട്ടോച്ചേട്ടന്മാരും സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ചില്ലർ പൈസയും കുറച്ച് പൈസയൊക്കെ ഞങ്ങൾ അവസ്ഥ കണ്ടിട്ട് തരും. അവരെ കൈകളിലേക്ക് ഞങ്ങൾ കുഴഞ്ഞു വീഴാറുണ്ടായിരുന്നു. അവരൊക്കെ മക്കളെ നമുക്ക് പറഞ്ഞു വെക്കുമ്പോൾ ഞങ്ങൾ അച്ഛനമ്മയൊക്കെ ഓർമ്മ വരുന്നുണ്ട്. അപ്പോൾ അവർ ആ ഒരു തരുന്നു. അല്ലാണ്ട് ഞങ്ങളുടെ പുറകിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയോ ഒരു പ്രസ്ഥാനമോ ഒരു വ്യക്തിയോ ഒന്നുമില്ല. തകർക്കാനും ഇതേ ആയുധമാണ് ഇവർ പുറത്തെടുത്തത്. ആശാ വർക്കർമാരെ സമരം നടക്കുന്നുണ്ട്. അവർക്കൊന്നുമില്ല ഒരു പന്തലെങ്കിലും ഉണ്ട്. ഞങ്ങൾക്ക് അതുപോലും ഇല്ല. ഞങ്ങൾ മറ്റേ പണ്ട് കഞ്ഞിയും കറിയും വിളിച്ച് കറിയൊക്കെ കളിക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് ചിരട്ടയോ അതൊക്കെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ട് പന്തലൊക്കെ ഉണ്ടാക്കി മാറ്റി കളിക്കൂലേ, അതുപോലെ മഴ പെയ്യുമ്പോൾ അങ്ങോട്ട് പോകും. അവിടെ വെയിൽ കൂടുമ്പോൾ ഇപ്പുറത്തേക്ക് വരും. അങ്ങനെയൊക്കെയാണ് സാർ സത്യമായിട്ട്. ഇപ്പോഴും യാഥാർത്ഥ്യ ബോധത്തോട് അനവധി, ഒരു മിനിറ്റ്, ഇപ്പോഴും യാഥാർത്ഥ്യ ബോധത്തോടു കൂടിയല്ല ഈ സമരത്തെ കാണുന്നത്. ഏറ്റവും ചുരുങ്ങിയ പക്ഷം ഒരു ചർച്ചയ്ക്കെങ്കിലും വിളിക്കണ്ടേ മുജീബ് റഹ്മാൻ? എത്രയെത്ര സമരങ്ങൾ നടത്തിയാണെന്ന് ഇടതുമുന്നണി ഈ നിലയിലെത്തിയത് അല്ലേ? ആ ഇടതുമുന്നണിക്ക് നേതൃത്വം നൽകുന്ന CPM എത്രയെത്ര സമരങ്ങൾ അവർ നടത്തി, സെക്രട്ടേറിയറ്റിന് മുന്നിൽ തന്നെ നമുക്കറിയാലോ. അപ്പോൾ നോക്കൂ, സമരങ്ങളോട് നിങ്ങൾക്കിപ്പോൾ പുച്ഛാണ്, നിങ്ങൾ വന്ന വഴി മറക്കുകയാണ്.
ഒരു സമരങ്ങളോടും മിസ്റ്റർ അനിൽ നമ്പ്യാർ ഞങ്ങൾക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പുച്ഛമില്ല. എല്ലാ സമരങ്ങളെയും, ന്യായമായ എല്ലാ സമരങ്ങളെയും ഞങ്ങൾ അതിനോടൊപ്പം നിൽക്കുന്നവരാണ്, അതിനോട് ചേർന്ന് നിൽക്കുന്നവരാണ്. ആശമാരുടെ സമരത്തെ കുറിച്ച് പറഞ്ഞു. 100% രാഷ്ട്രീയ പ്രേരിതമായ ഒരു സമരമാണ് കേരളത്തിന്റെ ചരിത്രത്തില്. ഇതേപോലെ കുറച്ചുപേരെ ആക്ഷേപം തന്നെയാണല്ലോ ഈ WCPOമാരുടെ കാര്യത്തിലും ഇപ്പൊ ഉന്നയിച്ചിരിക്കുന്നത്. ആ ഉദ്യോഗാർത്ഥികളുടെ കാര്യത്തിലും അത് തന്നെയാണല്ലോ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ പറഞ്ഞ എന്താ ഇത് പുറത്ത് നിന്ന് ആരോ ഫണ്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളതല്ലേ? അവരുടെ ദയനീയ അവസ്ഥയാണ്. ആ ചിത്രമാണ് ഇപ്പോ അനവധ്യ വരച്ച് കാട്ടിയത്. ഇതിൽ പരം എന്ത് വേണം മുജീബേ? ആശമാരുടെ സമരവുമായി CPO ഉദ്യോഗാർത്ഥികളുടെ സമരത്തെ കൂട്ടിക്കെട്ടേണ്ട ആവശ്യമില്ല. സ്വാഭാവികമായും ഇവരെ റാങ്ക് ലിസ്റ്റിൽ പേര് വന്നവരാണ്. ഇനി ദിവസങ്ങൾ കൂടി ബാക്കിയുണ്ട്. സ്വാഭാവികമായും ആ ദിവസങ്ങൾ കൂടി അങ്ങേക്കൊന്ന് കാക്കാം. ആ ദിവസത്തിനകം അപ്പം 3 ദിവസത്തിനുള്ളിൽ നടപടി ഉണ്ടാകും. 3 ദിവസത്തിനുള്ളിൽ നടപടി ഉണ്ടാകും എന്ന ഒരു ഉറപ്പാണ് ഈ സംവാദത്തിൽ അഡ്വക്കേറ്റ് മുജീബ് റഹ്മാന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. പക്ഷെ 3 ദിവസം ഇവരെ ഈ വെയിലത്തും മഴയത്തും കിടത്തണമെന്നുള്ളതാണ് എന്റെ ചോദ്യം. കാരണം ഇനിയുള്ള ദിവസങ്ങളിൽ മഴ കനക്കും എന്നാണ് പറയുന്നത്. ഇവരെ എന്തിനാണ് ഇവരെ ഇവിടെ കിടത്തുന്നത്? നാളെ തന്നെ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തൂടെ? അവരെ കിടത്തേണ്ട അവര് വന്ന് കിടക്കുന്നത് കൊണ്ടാണ്. അവർക്ക് വേറെ മാർഗമില്ല. റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കുന്നതിന് മുമ്പ് അവർക്ക് ആവശ്യമായിട്ടുള്ളവർക്ക് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതിനനുസരിച്ചുകൊണ്ട് അവർക്ക് നിയമനം കൊടുക്കും. സ്വാഭാവികമായും റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി എത്രയോ വർഷങ്ങൾ നീട്ടിയിട്ടുള്ള മുന്നണികൾ ഇവിടെ ഭരിച്ചിട്ടുണ്ട്, കേരളത്തിൽ ഭരിച്ചിട്ടുണ്ട്. ഇവരെ ചർച്ചയ്ക്ക് വിളിച്ച് പറയേണ്ടതല്ലേ സർക്കാർ? ഞങ്ങൾക്ക് ഒരു ജോലി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിൽ തീരുമാനത്തിനനുസൃതമായി ഇവരെ കാണാൻ എന്തുകൊണ്ട് കൂട്ടാക്കുന്നില്ല? ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയല്ലേ? എന്തുകൊണ്ട് മുഖ്യമന്ത്രി അതിന് തയ്യാറാവുന്നില്ല? ഇല്ലെങ്കിൽ പോട്ടെ, അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറി എങ്കിലും ചുമതലപ്പെടുത്തുന്നേ. സമരം ചെയ്യുന്നവർക്ക് അവിടേക്ക് പോയി കാണാമല്ലോ. അവരെ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ട് സാർ, പറ്റില്ലല്ലോ. സമരം ചെയ്യുന്നവരുടെക്കലേക്കല്ല ചെല്ലുന്നത്. ആദ്യം എന്താണ്? ഒരു സമരം ചെയ്യുന്നതിന് മുമ്പ് കൃത്യമായി നോട്ടീസ് കൊടുക്കുക. നോട്ടീസ് കൃത്യമായി മാർച്ച് മാസം ഞങ്ങള് മറ്റേ ഈ പോലീസ് അതിനു വേണ്ടി ശ്രമിക്കുന്നവരാണ്. അപ്പൊ നിയമം വിട്ട് ഞങ്ങൾ ഒന്നും ചെയ്യില്ല. കൃത്യമായി നോട്ടീസ് കൊടുത്തു. ആ കേസ് പേടിച്ചിട്ടാണ് പോലീസ് പ്രശ്നമാവും. ഇവരെന്തെങ്കിലും അതിക്രമം കാണിച്ചാൽ ഇവർക്കെതിരെ കേസെടുക്കും. കേസെടുത്തു കഴിഞ്ഞാൽ ഇവരുടെ ഭാവി അവതാളത്തിലാവും. നിങ്ങൾ അതിനാണോ തള്ളിവിടുന്നത് ഇവരെ? നാളെ ബഹുമാനപ്പെട്ട കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയോട് ചാർജുള്ള മുഖ്യമന്ത്രിയെ ഒന്ന് കാണാനായിട്ടൊരു അപ്പോയിന്റ്മെന്റ് എടുത്താട്ടെ. ലൈവായിട്ട് പറഞ്ഞു ഞാൻ നാളെ പോയിട്ട് കാണാം സാർ. മുഖ്യമന്ത്രിയെ കാണുക. നിങ്ങൾ മുഖ്യമന്ത്രിയെ കാണുക. എവിടെ പിണറായി പെരുമ നടത്തിക്കൊണ്ടിരിക്കുക. പിണറായി പെരുമ വിഷു ആഘോഷം തകൃതിയായി നടക്കുകയാണ് അദ്ദേഹത്തിന്റെ നാട്ടിൽ. പിണറായി പെരുമ ആ ആഘോഷം കഴിഞ്ഞ് അദ്ദേഹം ഇവിടെ എത്തും. അത് കഴിഞ്ഞ് 21-ാം തീയതി അദ്ദേഹം വീണ്ടും ഉലകം ചുറ്റുന്ന വേറെ നരേന്ദ്രമോദി ഇല്ലേ? നരേന്ദ്രമോദി ഉലകം ചുറ്റിയിട്ടുണ്ടെങ്കിൽ അതിനൊരു റിസൾട്ട് ഉണ്ടാകുന്നുണ്ട്. ഇതുപോലെ നവകേരള സദസ്സ് നടത്തിയിട്ട് എന്ത് പ്രയോജനമാണ് കേരളത്തിലുള്ളവർക്കുള്ളത്? നരേന്ദ്രമോദിയെ കുറിച്ച് എന്താണ്? അടുത്ത ജയസൂര്യൻ 3 മിനിറ്റ് മാത്രമേ ശേഷിക്കുന്നുള്ളൂ. താങ്കൾ ആ 3 മിനിറ്റിനകത്ത് മറുപടി പറയണം. എന്തായാലും സമരത്തെ തളർത്താനുള്ള മാർഗങ്ങൾ ആരായിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അല്ലാതെ ഇവരെ ചർച്ചയ്ക്ക് വിളിച്ച് പ്രശ്ന പരിഹാരത്തിനുള്ള സാധ്യത അത് തെളിയുന്നില്ല. ഈ 3 ദിവസം കഴിഞ്ഞാൽ അവരെ എഴുന്നേറ്റ് പോകും. അങ്ങനെ ഒരു നിഗമനത്തിലാണ് സർക്കാർ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തൊഴിലാളികളോടും ഉദ്യോഗാർത്ഥികളോടും അങ്ങേയറ്റം പ്രതിബദ്ധതയും കടപ്പാടുമുള്ള ഒരു ഗവൺമെന്റാണിത് എന്ന് ശ്രീ മുജീബ് റഹ്മാൻ ആവർത്തിച്ച് പറയുമ്പോൾ ഞാൻ രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കുന്നു സമയക്കുറവ് കൊണ്ട്. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലാവധി പൂർത്തിയാകുമ്പോൾ റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് 46,000 പേരായിരുന്നു. ആ 46,000 പേരിൽ നിന്ന് നിയമനം ലഭിച്ചത് കേവലം 6,000 പേർക്ക് മാത്രമാണ്. 40,000 പേരുടെ റാങ്ക് ലിസ്റ്റ് ക്യാൻസലായി. ഒന്നാം പിണറായി സർക്കാരിന്റെ കഥയാണ് ഞാൻ പറഞ്ഞത്. രണ്ടാം പിണറായി സർക്കാരിന്റെ ഏറ്റവും ഒടുവിലുള്ള ബജറ്റ് അവതരിപ്പിക്കുന്ന ബാലഗോപാലൻ കഴിഞ്ഞ തവണ നിയമസഭയിലെ ബജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞ ഒരു വസ്തുതയുണ്ട്. ഞങ്ങൾ ഇതുവരെ സ്ഥിര നിയമനം നടത്തിയത് 8,428 പേരെയാണ്. അതുകൂടാതെ 3,640 പേരെ
താൽക്കാലികമായി നിയമിച്ചു എന്ന് പറഞ്ഞു. ഈ താൽക്കാലികമായി നിയമിച്ചു എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം ഇവിടെ ഈ പറഞ്ഞ അനവധ്യയെ പോലെ ഡിഗ്രി റാങ്ക് ഹോൾഡർ, PG റാങ്ക് ഹോൾഡറെയൊക്കെ പുറത്തു നിർത്തിയിട്ട് പിൻവാതിലിൽ കൂടി വേണ്ടപ്പെട്ടവരെ കാശു മേടിച്ച് നിയമിച്ചതിന്റെ പേരാണല്ലോ ഈ താൽക്കാലിക നിയമനം. ഈ താൽക്കാലിക നിയമനം വർഷങ്ങൾ കഴിയുമ്പോൾ സ്ഥിര നിയമനമായി മാറും. താൽക്കാലിക നിയമനക്കാരുടെ യൂണിയൻ ഉണ്ടാക്കും, താൽക്കാലിക നിയമനക്കാരെ കൊണ്ട് സമരം ചെയ്യിക്കും. താൽക്കാലിക നിയമനക്കാരെ സ്ഥിരപ്പെടുത്തുമ്പോൾ റാങ്ക് ലിസ്റ്റിൽ ഫസ്റ്റ് റാങ്ക് ഉണ്ടായിരുന്ന, ഡിഗ്രിക്കും PGക്കും ഫസ്റ്റ് റാങ്ക് ഉണ്ടായിരുന്നവര് റാങ്ക് ലിസ്റ്റിൽ കയറിക്കൂടിയവർ ഔട്ടാകും. അതാണ് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് 46,000 പേരുടെ റാങ്ക് ലിസ്റ്റിൽ 40,000 പേര് ഔട്ടായത്. ഇപ്പോൾ ഇവിടെ ധനകാര്യമന്ത്രി ബാലഗോപാലൻ പറഞ്ഞത് 8,428 പേരെ ഞങ്ങൾ നിയമിച്ചു, 36,400 പേരെ ഞങ്ങള് താൽക്കാലികമായി നിയമിച്ചു. ഈ താൽക്കാലിക നിയമനം എന്ന് പറയുന്നതിനെയാണ് പിൻവാതിൽ നിയമനം, പാർട്ടി നിയമനം, പണത്തിനുള്ള നിയമനം എന്ന് പറയുന്നത്. ഞാൻ ഈ വസ്തുതകൾ മുന്നോട്ട് വെച്ചത് അനവധ്യയെ പോലെയുള്ള നിഷ്കളങ്കരായ കുട്ടികൾ ഇപ്പോഴും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് കൊണ്ടാണ്. ഈ കഴിഞ്ഞകാല 2 അനുഭവങ്ങൾ ഞാൻ മുന്നോട്ട് വെച്ചത് കേരളം മനസ്സിലാക്കേണ്ട വസ്തുതകളാണ്. ഇതുപോലെ റാങ്ക് ലിസ്റ്റിൽ കിടക്കുന്ന കുട്ടികളുടെ മാതാപിതാക്കൾ മനസ്സിലാക്കേണ്ട വസ്തുതകളാണ്. തരിമ്പും ദയയില്ലാത്ത, യാതൊരു മാനുഷിക പരിഗണനയും ഇല്ലാത്ത ഈ ഭരണകൂടം ഇവരുടെയൊക്കെ ചോര കണ്ടാൽ പോലും, ചോരയല്ല മരണം കണ്ടാൽ, അസ്ഥികൂടം കണ്ടാൽ പോലും മനസാക്ഷി ചലിക്കാത്തവരാണ് എന്നുള്ളതാണ് നാളിതുവരെയുള്ള അനുഭവം. പിന്നെ എങ്ങനെയാണ് നിങ്ങളെ പ്രതീക്ഷിച്ചിരിക്കുക എന്ന ചോദ്യം മാത്രമാണ് എനിക്ക് മുന്നോട്ട് വയ്ക്കാനുള്ളത്. എന്തായാലും കേരളത്തിലെ അഭ്യസ്ത വിദ്യരായ യുവതികളോട് എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ, പ്രതിബദ്ധതയുണ്ടെങ്കിൽ സർക്കാർ ഈ 3 ദിവസത്തിനുള്ളിൽ WCPO ഉദ്യോഗാർത്ഥികളുടെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കണം. ഏറ്റവും ചുരുങ്ങിയ പക്ഷം ഒരു ചർച്ചയ്ക്ക് അവരെ വിളിച്ച് അവർക്ക് പറയാനുള്ളത് കേൾക്കാനുള്ള സന്മനസ്സെങ്കിലും കാണിക്കണം. അതുണ്ടാകും എന്ന് തന്നെ കരുതട്ടെ. ജനറൽ ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി, ഒപ്പം പ്രേക്ഷകർക്കും.